നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ സമസ്ത ജീവജാലങ്ങളുടെയും നാഥനായി പരമശിവൻ പശുപതിനാഥനായി കുടികൊള്ളുന്നു. പശുപതിനാഥ ക്ഷേത്രത്തിന്റെ സമീപത്തായി ആദിപരാശക്തിയായ സതീദേവിയുടെ ശരീരഭാഗങ്ങൾ പതിച്ചിരിക്കുന്ന 51 ശക്തിപീഠങ്ങളിൽ ഒന്നായ ഗുഹ്യേശ്വരി ശക്തിപീഠവും സ്ഥിതി ചെയ്യുന്നു. ഗംഗ പോലെ തന്നെ പുണ്യനദിയായ ബാഗ്മതി നദിയുടെ തീരത്തായി 2.5 കിലോമീറ്റർ വിസ്തൃതിയിൽ ചെറുതും വലുതുമായ 500-ൽ പരം ക്ഷേത്രങ്ങളുടെ നടുവിലായി 5 മുഖങ്ങളോടുകൂടിയ പശുപതിനാഥൻ കുടികൊള്ളുന്നു. പശുപതിനാഥ ക്ഷേത്രത്തിന്റെയും ഗുഹ്യേശ്വരി ശക്തിപീഠത്തിന്റെയും കാഴ്ചകളോടൊപ്പം തന്നെ ചുറ്റുവട്ടത്തായുള്ള അനേകം പുണ്യപുരാതന ക്ഷേത്രങ്ങളുടെയും തീർത്ഥസ്ഥാനങ്ങളുടെയും നിഗൂഢ ഗുഹകളുടെയും അവിസ്മരണീയമായ കാഴ്ചകളും കഥകളും എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അഖണ്ഡ ഭാരതത്തിലുടനീളമുള്ള പുണ്യപുരാതന ക്ഷേത്രങ്ങളിലൂടെയും തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയും യാത്ര ചെയ്ത് അവയുടെ പുരാണ കഥകളും ചരിത്രവും ഒക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന അമൃത ഭാരതം എന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഈ എളിയ ഉദ്യമത്തെ സപ്പോർട്ട് ചെയ്യണം എന്ന അഭ്യർത്ഥനയുമായി വീഡിയോയിലേക്ക് കടക്കുകയാണ്. നമ്മളിപ്പം ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കായിട്ടുള്ള ഒരു കവാടമാണിത്. തെക്ക് പടിഞ്ഞാറേ മൂലയിലുള്ള ഈ കവാടത്തിലൂടെ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഈ ക്ഷേത്രം ഏകദേശം ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നതാണ് ഈ ക്ഷേത്രം. നമ്മൾ മുന്നോട്ട് നടന്നു വരുമ്പോഴത്തേനും നമ്മൾ ആദ്യം വലതുവശത്തായിട്ട് കാണുന്നത് ഒരു ഹനുമാൻ സ്വാമിയുടെ ഒരു ക്ഷേത്രമാണ് കാണുന്നത്. നമ്മളിപ്പോഴീ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ അവിടെയാണുള്ളത്. ഈ പടിഞ്ഞാറേ ഗോപുരം വഴിയാണ് ഇതിൻ്റെ പ്രധാന കവാടം. പടിഞ്ഞാറേ ഗോപുരമാണ്. ബാക്കി കിഴക്കേ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാഗ്മതി നദിയിലോട്ടാണ് തുറക്കുന്നത്. ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴിയാണ് ആൾക്കാരെല്ലാം അകത്തേക്ക് കയറുന്നത്. ഈ എൻട്രൻസിൻ്റെ 2 വശത്തായിട്ട് ഇവിടെ നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ഇടത് സൈഡിലായിട്ട് ഇവിടെ ഗണപതി ഭഗവാന്റെ ഒരു വിഗ്രഹമാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ വലത്ത് സൈഡിലായിട്ട് മുരുക ഭഗവാന്റെ ഒരു വിഗ്രഹമാണ് കാണുന്നത്. പക്ഷേങ്കിൽ ഈ മുരുക ഭഗവാൻ ഇതുവരെ നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു മുരുക ഭഗവാന്റെ ഒരു പ്രതിഷ്ഠയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഭീമസേനൻ എന്ന് പറഞ്ഞ ഒരു ബോർഡാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഭീമസേനും അങ്ങനെയുള്ള പഞ്ച പാണ്ഡവരുടെ ആയിരിക്കും ഇങ്ങനെ ഇവിടെ 1, 2, 3, 4 പേരുടെ വിഗ്രഹങ്ങളെ കാണുന്നുള്ളൂ. ഭീമസേനൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ അവിടുന്ന് തെക്ക് വശത്തോട് നടന്ന് വരുമ്പോഴത്തേനും ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഇവിടെ വലത്ത് സൈഡിൽ തെക്ക് വശത്തോട്ട് നടന്നു വരുമ്പോൾ വലത്ത് സൈഡിലായിട്ട് ഇവിടെ ഒരു ഭുവനേശ്വരി ക്ഷേത്രമാണ് കാണുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഈ ഭുവനേശ്വരി ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് കാണുന്ന ഈ ഒരു മണ്ഡപം അറിയപ്പെടുന്നത് ഭുവനേശ്വര മഹാദേവൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു ശിവലിംഗമായിട്ടാണ് കണക്കാക്കുന്നത്. ഇവിടെയൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട്. ആൾക്കാർക്ക് ഇതിൻ്റെ പ്രാധാന്യം അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഇതൊരു ശിവലിംഗമായിട്ടാണ് കണക്കാക്കുന്നത്. ഇങ്ങനെ ഒരു ശിവലിംഗം ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് ഓപ്പൺ സ്പേസിലായിട്ടുള്ള ഒരു ശിവലിംഗമാണ് ഈ ക്ഷേത്രം. ഇത് ഭുവനേശ്വരി ക്ഷേത്രമാണ്. ദശമഹാവിദ്യയിൽ ഒന്നാണ് ഈ ഭുവനേശ്വരി. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. ഇത് പറയുന്നത് നമ്മുടെ ഈ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ അത്രയും തന്നെ പഴക്കമുള്ള ക്ഷേത്രമാണ് ഈ ഭുവനേശ്വരി ക്ഷേത്രം. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാം. ഇവിടെ ഇന്നെന്തോ പ്രത്യേക രീതിയിലുള്ള പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് കാണാം. ഇതാണ് ഭുവനേശ്വരി ക്ഷേത്രം. ഈ ഭുവനേശ്വരി ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലായിട്ട് ഇങ്ങനെ ഒരു ശിവലിംഗമാണ് കാണുന്നത്. ഇത് കൃഷ്ണേശ്വര മഹാദേവൻ എന്നാണ് ഈ ശിവഭഗവാൻ അറിയപ്പെടുന്നത്. കൃഷ്ണേശ്വര ശിവലിംഗം. അതായത് 4 സൈഡിലോട്ടും മുഖങ്ങളുള്ള ശിവഭഗവാന്റെ വിഗ്രഹമാണ് ഇവിടെ കാണുന്നത്. ശിവലിംഗമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ പരിസരത്തായിട്ട് നമുക്ക് ഇന്ന് അനേകം തീർത്ഥധാരകൾ കാണാം. ഇത് ജ്ഞാനധാര എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന ഒരു തീർത്ഥധാരയാണ്. ഇത് ഭുവനേശ്വരി ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലായിട്ടാണ് ഈ ജ്ഞാനധാരയുള്ളത്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ മഴക്കാലത്തൊക്കെ ഇവിടെ കൂടുതൽ വെള്ളമൊക്കെ കാണുന്നതാണ്. ഇപ്പോൾ ഇവിടെ വെള്ളം തീരെ കുറവാണ്. ഇതാണ് ജ്ഞാനധാര എന്ന് പറയുന്നത്. ഇതിങ്ങനെ വളരെ മോശമായിട്ടുള്ള വെള്ളമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതാണ് ജ്ഞാനധാര. ഇതുപോലെ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഒരു മണ്ഡപത്തിൻ്റെ താഴെയായിട്ടാണ് ഈ ജ്ഞാനധാരയുള്ളത്. ഈ ഭുവനേശ്വരി ക്ഷേത്രത്തിൻ്റെ കണ്ടോ ഒരു പഗോഡ സ്റ്റൈൽ എന്നാണ് പറയുന്നത്. പഗോഡ ക്ഷേത്ര നിർമ്മാണ രീതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഈ തടി കൊണ്ടുള്ള കുത്തുപണികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കല്ലുകൊണ്ടല്ല, തടി കൊണ്ടുള്ള കുത്തുപണികളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സുന്ദരമായിട്ടുള്ള കുത്തുപണികൾ നമുക്കിവിടെ കാണാം. ഇതിൻ്റെ മുന്നിലായിട്ടാണ് നമ്മൾ മുമ്പ് കണ്ട ഈ കൃഷ്ണേശ്വര മഹാദേവ ക്ഷേത്രം. ഇതെന്തുകൊണ്ടാണ് ഇന്ന് കൃഷ്ണേശ്വര മഹാദേവൻ്റെ പേര് വന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഇവിടെ ഇങ്ങനെ നന്ദിയുടെ ഒരു വിഗ്രഹമാണ് കാണുന്നത്. ഇവിടെ കണ്ട ഇങ്ങനെ
നല്ല സുന്ദരമായിട്ടുള്ള ഒരു ശിവലിംഗമാണ്. ഇവിടെയൊക്കെ നമുക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് പൂജകളൊക്കെ ചെയ്യാം. പൂജകളൊക്കെ ആൾക്കാർ വന്ന് ഇവിടെ ചെയ്യുന്നത് കാണാം. ഇവിടെ ഇതുപോലെ ധാരയ്ക്കുള്ള സൗകര്യമുണ്ട്. ഈ കൃഷ്ണേശ്വര ക്ഷേത്രത്തിന് മുന്നിലായിട്ട് ഇതുപോലൊരു തുളസിത്തറ പോലെയുള്ളൊരു സംവിധാനമാണ് കാണുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ശിവലിംഗം പോലെയൊരു സംഗതിയാണുള്ളത്. അപ്പം ഇതിൻ്റെ നേരെ മുന്നിലായിട്ട് ഇവിടെ ഈ കൃഷ്ണേശ്വര ശിവലിംഗത്തിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഒരു ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠയും കാണാനായിട്ട് സാധിക്കും. ഈ നേപ്പാളിലൊന്നും ബലിയൊന്നും നമ്മുടെ ഇന്ത്യയിലുള്ള പോലെ ബലിക്കൊന്നും നിയമപരമായിട്ടുള്ള തടസ്സങ്ങളില്ല. ഇവിടെ പല ക്ഷേത്രങ്ങളിലും മൃഗബലി നടക്കുന്നതായിട്ടറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പം ഇവിടെ മൃഗബലി നടക്കുന്നതാണെന്നാണ് തോന്നുന്നത്. ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് മൃഗബലി നടക്കുന്നത്. അപ്പം ഇത് വ്യക്തമായിട്ട് എനിക്കറിയത്തില്ല. ഇവിടെ മൃഗബലി നടക്കുന്നതിനുള്ള ലക്ഷണങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് പറഞ്ഞത് മൃഗബലി ഇവിടെ നടക്കുന്നുണ്ടെന്ന്. ഇതാണ് നമ്മളിനി ഈ ഭുവനേശ്വരി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മളിനി ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ട്, ഇത് ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിന് വെളിയിലുള്ള ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലോട്ട് കയറി നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ പരിസരത്തായിട്ട് അനേകം തീർത്ഥധാരകളുണ്ടെന്ന്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് രണ്ടാമത്തെ ഇവിടുത്തെ ഒരു തീർത്ഥധാരയാണ്. ഇത് വരുണധാര എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിനൊന്നും ഇപ്പം ഈ പറയുന്ന പ്രാധാന്യമൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇതൊക്കെ കാണുന്നത്. പക്ഷെങ്കിൽ ഇതാണ് വരുണധാര എന്ന് പറയുന്നത്. ഈ വരുണധാരയുടെ ഒരു സൈഡിലായിട്ട് നമുക്ക് വരുണദേവൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു വിഗ്രഹങ്ങളിങ്ങനെ കുത്തിവെച്ചിരിക്കുന്ന ഒരു വിഗ്രഹം, ചെറിയൊരു വിഗ്രഹം കുത്തിവെച്ചിരിക്കുന്നത് കാണാം. നമ്മളിനി ഈ പടിഞ്ഞാറേ കോവിലും വഴി അകത്തോട്ട് കയറി വലതുവശത്ത്, അതായത് തെക്ക് ഭാഗത്തുള്ള ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. നേരെ മുന്നിലായിട്ട് ദൂരെയായിട്ട് കാണുന്നതാണ് പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരം. ഈ ക്ഷേത്രം പടിഞ്ഞാറ് വശത്തു കൂടിയാണ് അകത്തേക്ക് കയറുന്നത്. പക്ഷെങ്കിൽ ഇതിൻ്റെ ദർശനം നമുക്കങ്ങനെ പറയാൻ പറ്റുകയില്ല. എന്ന് വെച്ചാൽ 5 മുഖങ്ങളുണ്ട്. ദർശനം 4 ദിശകളിലേക്കും മുകളിലോട്ടുമായിട്ട് 5 മുഖങ്ങളുള്ള ശിവലിംഗമാണ് ഇവിടുത്തെ. അപ്പം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന പ്രധാന വാതിൽ ഈ പടിഞ്ഞാറേ വാതിലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ മഹാസ്നാനഘർ എന്ന് പറഞ്ഞൊരു സംഗതിയാണ് നമുക്കിവിടെ ഇടതുവശത്ത് കാണുന്നത്. നമ്മളാദ്യം ഈ വലതുവശത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷമാണ് നമ്മളങ്ങോട്ട് പോകുന്നത്. നമ്മളിനി തെക്ക് ഭാഗത്തെ, അതായത് പടിഞ്ഞാറ് വശത്തെ റോഡേ പോകുമ്പോഴത്തേനും തെക്ക് വശത്ത് വലതുവശത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് കാണാം അനേകം പ്രാവുകൾ, ഒരു പേടിയുമില്ലാതെ പ്രാവുകൾക്കൊക്കെ ഇവിടെ ആൾക്കാർ ഈ ഭക്ഷണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രാവുകൾ ഇങ്ങനെ ആയിരക്കണക്കിന് പ്രാവുകൾ ഇവിടെ ഇരുന്ന് ഈ പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ വലത്ത് സൈഡിലെ കാഴ്ചയാണ് കാണുന്നത്. ആയിരക്കണക്കിന് പ്രാവുകളുണ്ട് ഇവിടെ. ഇങ്ങനെ ഈ പശുപതിനാഥിൽ ഈ പല ഭാഗത്തും നമുക്കിതുപോലെയുള്ള കാഴ്ചകൾ കാണാം. പ്രാവുകൾ കണ്ടോ, എന്തേറെ പ്രാവുകളാണെന്നുണ്ടോ. നമ്മൾ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരത്തോടെ അകത്തോട്ട് കയറി വരുമ്പം വലത്ത് സൈഡിലായിട്ട് ഈ പ്രാവുകളൊക്കെ ഇരിക്കുന്ന അതിൻ്റെ നേരെ ദൂരെയായിട്ട് കാണുന്നതാണ് അമലേശ്വര മഹാദേവ ക്ഷേത്രം എന്നാണ് പറയുന്നത്. അമലേശ്വര മഹാദേവ ക്ഷേത്രത്തിന് നേരെ മുന്നിലായിട്ട് ഗരുഡ ഭഗവാന്റെയും നന്ദിയുടെയും കൂടെ ഒന്നിച്ചുള്ള ഒരു മൂർത്തി നമുക്ക് ഒരു പ്രതിമ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് സാധാരണ ക്ഷേത്രങ്ങളൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു പ്രതിമയാണ്. ഗരുഡ ഭഗവാനും നന്ദി ഭഗവാനും കൂടെ ഒരുമിച്ചുള്ള ഒരു വിഗ്രഹം. ഈ പടിഞ്ഞാറ് വശത്ത് ഉള്ള വഴിയെ നമ്മൾ മുന്നോട്ട് നടക്കുമ്പം ഇടത് സൈഡിൽ, അതായത് ഈ വഴിയുടെ ഇടത് സൈഡിലായിട്ട് ഇവിടെ ഒരു ശങ്കര നാരായണ സ്ഥൽ അങ്ങനൊരു കെട്ടിടമാണ് കാണുന്നത്. ഇവിടെ കുറേ സാധുക്കളും സ്വാമിമാരും ഒക്കെ ഇരിക്കുന്നത് കാണാം. ഇതെല്ലാം വളരെ പഴയ ബിൽഡിങ്ങുകളാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹം നമുക്കിവിടെ കാണാം. ഇവിടെ എന്തൊക്കെയോ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ കാണാം. നമ്മൾ ഇന്നലെയും ഇതുപോലെയുള്ള പല ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇതുപോലെ ഇങ്ങനെ ഘോഷയാത്രകളൊക്കെ നമ്മൾ ഇന്നലെയും കണ്ടായിരുന്നു. ഇങ്ങനെ നമ്മുടെയൊക്കെ നാട്ടിലത്തെ കുംഭവടമൊക്കെ പോലെ തലയിൽ ഇങ്ങനെ കുടമൊക്കെ വെച്ചുകൊണ്ടാണ് ആൾക്കാർ പോകുന്നത്. ഇത് സ്ത്രീകൾ മാത്രമാണ് ഈ കുടങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നത്. ഇത് ഇന്നലെ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ ആണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ ഘോഷയാത്രയായിട്ട് പോകുന്ന ഭക്തജനങ്ങളാണ്. നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ഗോപുരം വഴി, പടിഞ്ഞാറ് വശത്തുള്ള നമ്മൾ കയറി വന്ന ഗോപുരമാണ് ആ ദൂരെയായിട്ട് കാണുന്നത്. അതിൻ്റെ ഈ വശത്തായിട്ട് കാണുന്ന ഈ ഭാഗത്തിനാണ് അഗ്നി ചോക്ക് എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേനും ഈ വലത്ത് സൈഡിലായിട്ടാണ് ശങ്കരാചാര്യ മഠം കാണുന്നത്. നമുക്ക് ഭാരതത്തിലൊക്കെ ആണെങ്കിൽ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളോടും ചേർന്ന് നമുക്ക് ശങ്കരമഠം കാണാം. ഇവിടെ കണ്ടോ, ഹനുമാൻ സ്വാമിയുടെയൊക്കെ വേഷം കെട്ടി ഒരാൾ ഇരിക്കുന്നത് കാണാം. ഇതാണ് ശങ്കരമഠം. നമുക്ക് ഇന്ത്യയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇവിടെയും നമുക്ക് ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു ശങ്കരമഠം കാണാം. ശങ്കരമഠത്തിനോട് ചേർന്ന് നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ സ്ട്രക്ചറുകളൊക്കെ കാണാം. ഇതൊരു കിണർ പോലെ ഒരു ആഴമുള്ള ഒരു സ്ട്രക്ചറാണ്. കുറച്ച് ആഴത്തിലുള്ള പഴയ കിണറോ വല്ലതും ആയിരിക്കും, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തില്ല. ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഇഷ്ടി കൊണ്ടുണ്ടാക്കി വേറെ ഒരു നിർമ്മിതിയും കാണാം. ഈ ശങ്കരാചാര്യ മഠത്തിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ വെള്ള നിറത്തിലുള്ള വേറൊരു സ്തൂപം പോലെ ഒരു സംഗതി കാണാം. ഇവിടെ
ഇവിടെ ഇങ്ങനെ പല രീതിയിലുള്ള ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠകളുമൊക്കെയാണ്. ഇവിടെ ഒരു ശിവലിംഗമാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ വേറെ ഒരു ചെറിയൊരു ശിവക്ഷേത്രമാണ്. ചെറുവൻ്റെ ഒരു ശ്രീകോവിലാണ് കാണുന്നത്. ഇതിനുള്ളിലും ശിവലിംഗമാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഇവിടെ രണ്ട് ശിവലിംഗങ്ങൾ ചെറിയ ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ ഇന്ന് പൂജകൾ ഇന്നെന്തോ പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. അത് കൂടാതെ വേറെ എന്തോ പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. ഇവിടെ സാധാരണ 2 ദിവസമായിട്ട് നമ്മൾ ഇവിടെ തന്നെയുണ്ട്. പക്ഷേ എങ്കിൽ സാധാരണ ദിവസങ്ങളിൽ കാണുന്നവരും കൂടുതൽ തിരക്ക് ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് ശങ്കരാചാര്യ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞിട്ട് തൊട്ട് താഴെയായിട്ട് ഇവിടെ ചിന്നമസ്താദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇത് ഈ ശങ്കരാചാര്യ മഠത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് തൊട്ട് നേരെ മുന്നിലായിട്ടാണ് ഇവിടെ ചിന്നമസ്താദേവിയുടെ ഒരു ചെറിയ ക്ഷേത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചിന്നമസ്താദേവി നമ്മൾ ആദ്യം കണ്ടതുപോലെ ഭുവനേശ്വരി ദേവി പോലെ തന്നെ ദശമഹാവിദ്യയിൽ പെടുന്ന ഒരു ദേവിയാണ് ചിന്നമസ്താദേവി. ഇത് ചിന്നമസ്താദേവിയുടെ ശ്രീകോവിലാണ്. നമുക്ക് ആദ്യം ഈ ക്ഷേത്രത്തിനൊരു ചെറുതായിട്ടൊരു പ്രദക്ഷിണം ചെയ്തു വരാം. ഇവിടെ നമുക്കിങ്ങനൊരു ശിവലിംഗവും ആണ് കാണുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ പോലെയല്ല. ഇവിടെയൊക്കെ ആൾക്കാർക്ക് നേരിട്ട് വന്ന് ഇവിടെ ആരാധനകൾ ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു ശിലയാണ് കാണുന്നത്. ഇതിൻ്റെ ഇവിടെയായിട്ട് ഇങ്ങനെ ഗണപതി ഭഗവാന്റെ ഒരു വിഗ്രഹം കുത്തിവെച്ചിരിക്കുന്നതാണ്. തീരെ ചെറിയ ഒരു വിഗ്രഹം. ഇവിടെയൊക്കെ ഇങ്ങനെ ഈ മൂർത്തികളൊക്കെ ചെറിയ കേടുപാടുകളൊക്കെ പറ്റിയിട്ടുണ്ട്. പഴയ കാലത്ത് പുരാതന കാലത്ത് ഉണ്ടായിരുന്ന മൂർത്തികളൊക്കെയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇങ്ങനെ പല രീതിയിലുള്ള പല ദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ചിന്നമസ്താദേവിക്കൊരു പ്രദക്ഷിണം ചെയ്ത് ചിന്നമസ്താ ദേവി ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിൽ വന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ ചിന്നമസ്താദേവി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഉഗ്ര രൂപിണിയായിട്ടുള്ള ദേവിയാണ്. ദശമഹാവിദ്യയിൽ പെടുന്ന ഒരു ദേവിയാണ്. ഈ ദേവിക്ക് ഇവിടെ എല്ലാ ദിവസമാണോന്ന് അറിയത്തില്ല, ഇവിടെ മൃഗബലി നടക്കുന്ന സ്ഥലമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടെയൊക്കെ ചോരയൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ചിന്നമസ്താദേവിയുടെ ക്ഷേത്രം. അപ്പോൾ ഇനി നമുക്ക് ചിന്നമസ്താദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത ഭാഗത്തോട്ട് നമുക്ക് പോകാം. നമ്മൾ ഈ ചിന്നമസ്താദേവി ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് നേരെ മുന്നോട്ട് വരുമ്പോൾ, അതായത് തെക്ക് ഭാഗത്തോട്ട് മുന്നോട്ട് വരുമ്പോഴത്തേനും ഇവിടെ ഇങ്ങനെ ഒരു കവാടത്തിനുള്ളിലായിട്ട് ഒരു ശിവലിംഗം കാണാം. ഈ ശിവലിംഗത്തിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഇവിടെ ഇതിൻ്റെ കുറച്ചങ്ങോട്ട് മാറി ഇടത്ത് സൈഡിലായിട്ട് ഇവിടെ വേറെ ഒരു ശിവലിംഗം കാണാം. ഇത് ധർമ്മേശ്വര ശിവലിംഗമാണ്. ധർമ്മേശ്വരൻ എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. കണ്ട് ഓപ്പൺ ആയിട്ടുള്ള സ്പേസിലാണ് ഇവിടെ പല ശിവലിംഗങ്ങളും കാണുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇവിടെ 500ഓളം ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ശ്രീകോവിലുകളും ശിവലിംഗങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശിവൻ്റെ കൂടാതെ മഹാവിഷ്ണുവിൻ്റെയും ദേവിയുടെയും ഒക്കെ പല രീതിയിലുള്ള പ്രതിഷ്ഠകൾ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തായിട്ട്, അതായത് 2 കിലോമീറ്റർ ചുറ്റളവിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഇങ്ങനെയുള്ള മുഴുവൻ കാഴ്ചകളും നമ്മൾ കാണിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുനിന്ന് നടന്ന് ചിന്നമസ്താദേവിയുടെയും ശങ്കരമഠവും ഒക്കെ കണ്ട് നമ്മൾ ഇതിപ്പോൾ ക്ഷേത്രത്തിൻ്റെ തെക്കേ കവാടമാണെന്ന് വേണമെങ്കിൽ പറയാം. തെക്കേ കവാടത്തിൻ്റെ ഭാഗത്ത് പോകുന്നത് നമ്മൾ ഇങ്ങനെ ഇനി മുന്നോട്ട് പോയിട്ട് ഇതിനോട് ചേർന്ന്, അതായത് ക്ഷേത്രത്തിനോട് ചേർന്ന് ഉള്ള കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. ഇന്നിവിടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ പ്രത്യേക രീതിയിലുള്ള സെലിബ്രേഷൻസ് ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ നേപ്പാളി രീതിയിലും അതുപോലെ ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലുമൊക്കെ ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പ്രത്യേക രീതിയിലുള്ള പൂജകളും കാര്യങ്ങളും ആഘോഷങ്ങളും ഒക്കെ കാണുന്നത്. ഇതാണ് പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം. ഇതുവഴിയാണ് അകത്തേക്ക് കയറുന്നത്. പടിഞ്ഞാറ ഗോപുരമാണ്. ഈ പടിഞ്ഞാറ ഗോപുരം വഴിയാണ് ആൾക്കാർ അകത്തേക്ക് കയറുന്നത്. നമുക്ക് ഈ പടിഞ്ഞാറ ഗോപുരത്തിനോട് ചേർന്ന് തന്നെ ഇവിടെ ആഗംഘർ എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് കാണാം. ആഗംഘറിൻ്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുത്തെ ഈ ആഘോഷങ്ങളും ഇവിടെ ആൾക്കാർ കൂടി നിൽക്കുന്നതൊക്കെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ഇതെല്ലാം ഇവിടെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് ഇതെല്ലാം. ഈ ആഗംഘർ പശുപതിനാഥ ക്ഷേത്രം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടെ താന്ത്രിക രീതിയിലുള്ള പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അതായത് പറയുന്നത് ഈ ക്ഷേത്രത്തിലെ പശുപതിനാഥ ക്ഷേത്രത്തിലെ മെയിൻ ക്ഷേത്രത്തിലെ പൂജകൾ ശിവലിംഗത്തിൽ നടക്കുമ്പോഴത്തേനും ഈ ആഗംഘറിലെ പൂജകൾ ശ്രീചക്രത്തിൽ ഇവിടെ പൂജകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് താന്ത്രിക പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ ആഗംഘർ എന്ന് പറഞ്ഞാൽ. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇതിനുള്ളിലേക്ക് പ്രവേശനമില്ല. ഇവിടുത്തെ ക്ഷേത്രത്തിലെ മെയിൻ പൂജാരിമാർക്ക് മാത്രമേ ഇതിനുള്ളിൽ പ്രവേശനമുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ പല സ്ഥലങ്ങളിലും നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇവിടെ പല സ്ഥലങ്ങളിലും ബലികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബലി ചെയ്ത അതിൻ്റെ പ്രസാദങ്ങളൊക്കെ ഈ ആഗംഘറിനകത്ത് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ ആഗംഘറിനോട് ചേർന്ന് തന്നെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു മണ്ഡപം കാണാം. ഇവിടെ നമുക്കിത് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല ഏത് മൂർത്തിയാണെന്നൊന്നും നമുക്ക്
മനസ്സിലാകുന്നുണ്ട്. ഇതുപോലൊരു മണ്ഡപവും ഈ ആഗംഖറിനോട് ചേർന്ന് തന്നെ കാണാം. അപ്പം ഈ പശുപതിനാഥിൽ ദർശനത്തിന് വരുന്ന ആൾക്കാർ ഈ ആഗംഖറിലും ദർശനത്തിനായിട്ട് പറഞ്ഞത്, അതായത് പശുപതിനാഥിൻ്റെ നമ്മുടെ ഗോപുരം അവിടെ സൈഡിലായിട്ടാണ്, ക്ഷേത്രം ആ ഭാഗത്തായിട്ടാണ് വരുന്നത്. ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ നമ്മൾ പടിഞ്ഞാറ് വശത്തെ ഗോപുരത്തിന് അങ്ങോട്ട് വരുമ്പം ഈ വലതുവശത്തായിട്ട് കാണുന്ന ഇതാണ് ആഗംഖർ. ഈ ആഗംഖറിൻ്റെ പുറകു വശത്തായിട്ട് നമുക്കിങ്ങനെ ഇവിടെയും ചെറിയ 1-2 വിഗ്രഹങ്ങൾ കാണാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ പുരാതന കാലത്തൊക്കെ പല രീതിയിലുള്ള പൂജകളോ കാര്യങ്ങളോ ഒക്കെ നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ വളരെ താന്ത്രിക പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ പശുപതിനാഥ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ശിവലിംഗം, ഇവിടെ വേറെ ഒരു ശിവലിംഗം കാണാം. ഇവിടെ ഇങ്ങനെ പല രീതിയിലുള്ള വിഗ്രഹങ്ങളാണ്. ചില വിഗ്രഹങ്ങൾക്കൊക്കെ കേടുപാട് പറ്റിയിട്ടൊക്കെ ഉണ്ട്. ഇവിടെ ബുദ്ധൻ്റെ ഒരു വിഗ്രഹവും ഇവിടെ കാണാം. നമ്മൾ ഇതുവരെ കണ്ടത് ക്ഷേത്രത്തിൻ്റെ ഇത് കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരം. പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ തെക്ക് വശത്തായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത്. ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ വടക്ക് വശത്തോട്ട്, അതായത് ഈ പടിഞ്ഞാറേ ഗോപുരത്തിൽ നമ്മൾ ഫേസ് ചെയ്ത് നിൽക്കുമ്പം ഇടതുവശത്തുള്ള കാഴ്ചകളാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. നമ്മളിങ്ങനെ മുന്നോട്ട് വടക്ക് വശത്തൂടെ കയറി വരുമ്പം വലതുവശത്തായിട്ട് ഇങ്ങനെ ഒരു ക്ഷേത്രമാണ് കാണുന്നത്. ഇവിടെ ഇങ്ങനെ ദൂരെയായിട്ടൊരു ഹോമകുണ്ഡം കാണാം. അങ്ങ് ദൂരെയായിട്ട് ആ ഹോമകുണ്ഡത്തിൻ്റെയൊക്കെ അപ്പുറയായിട്ട് ആ കാണുന്ന മരത്തിന്റെ താഴെയായിട്ടാണ് രുദ്രേശ്വര മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞ് ചെറിയൊരു ക്ഷേത്രമുണ്ട്. നമ്മൾ ആ രുദ്രേശ്വര മഹാദേവ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് വീണ്ടും മുകളിലോട്ട് കയറുവാണ്. മുകളിലോട്ട് കയറുമ്പം ഇങ്ങനെ നമുക്ക് വലത് സൈഡിലോട്ട് ചെറിയ ഒരു വഴി കാണാം. ഈ വലത് സൈഡിലോട്ട് ചെറിയ വഴി കാണുമ്പോൾ ഇതുകൊണ്ട് ഒരു അമ്മച്ചി ഇന്നിവിടെ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇങ്ങനെ ചെറിയ ഈ വഴിയെ ഇങ്ങനെ പോകുമ്പോഴത്തേനും നമുക്കിവിടെ ക്ഷേത്രത്തിൻ്റെ ദൃശ്യം നല്ല രീതിയിൽ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്തായിട്ടാണെന്നുള്ളത്. നമ്മുടെ നേരെ ആ കാണുന്നതാണ് പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം, പ്രധാന ഭാഗം അതാണ്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്തായിട്ടാണ്. ഇവിടെ ഇങ്ങനെ 2 ചെറിയ ശ്രീകോവിലുകൾ കാണാം. നമ്മൾ ഈ ശ്രീകോവിൽ കാണാനായിട്ടാണ് നമ്മൾ കയറി വന്നത്. ഇതാണ് പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ മെയിൻ ഗോപുരം. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു മഹാവിഷ്ണുവിൻ്റെ ചെറിയൊരു പ്രതിഷ്ഠയാണ്. ഇത് ലക്ഷ്മി നാരായണ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് രണ്ടും കൂടെ കൂടിയിട്ടായിരിക്കും ലക്ഷ്മി നാരായണ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. ഇവിടെ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് അതിനകത്ത് കാണാൻ സാധിച്ചത്. ഇവിടെ പക്ഷേ ഒരു ശിവലിംഗമാണ് കാണുന്നത്. അപ്പം ഇതാണ് നമ്മളിപ്പം നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ ഇത്രയും നല്ല ദൃശ്യം നമുക്ക് ക്ഷേത്രത്തിൻ്റെ കിട്ടുകയില്ല. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ നല്ല രീതിയിലുള്ള വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്നതിന് നല്ല റിസ്ട്രിക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അടുത്തോട്ട് പോയി എടുക്കാത്തത്. അപ്പോൾ ഇതാണ് ക്ഷേത്രം. എൻ്റെ ഈ മുന്നിലായിട്ട് കാണുന്നതാണ് പശുപതിനാഥ ക്ഷേത്രം. പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ നമ്മൾ അതിൻ്റെ 1-ാം നിലയുടെ ഏകദേശം ഒരു മുകൾ ഭാഗത്തായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ വിഗ്രഹത്തിന്, ഈ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള വിഗ്രഹത്തിന് 5 മുഖങ്ങളാണുള്ളത്. 4 ദിശകളിലേക്കും അതുപോലെ മുകളിലേക്കും അദൃശ്യമായിട്ടുള്ള ഒരു മുഖം ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ 4 മുഖങ്ങളോട് കൂടിയ പശുപതിനാഥൻ കുടികൊള്ളുന്ന ശ്രീകോവിലാണ് നമ്മുടെ ഇടതുവശത്തായിട്ട് കാണുന്നത്. നമുക്കിനി ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള മറ്റ് കാഴ്ചകൾ കാണാം. നമ്മൾ ഇതുവരെ ഈ പശുപതിനാഥ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള കഥകളോ പുരാണങ്ങളോ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ നടന്ന് ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് നമ്മൾ ക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്ത്, അതായത് ബാഗ്മതി നദിയുടെ തീരത്ത് എത്തുമ്പോഴത്തേനും നമ്മൾ ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള കഥകളൊക്കെ പറയും. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഒരു കവാടമാണ്. നമ്മൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് ക്ഷേത്രത്തിനോട് ചേർന്ന്, ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടുള്ള ചെറിയ ചെറിയ ശ്രീകോവിലുകളും ഉപദേവതകളും ഒക്കെയാണ് കണ്ടത്. ഇനി നമ്മൾ ഈ കോമ്പൗണ്ടിന്, ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിന് തൊട്ട് വെളിയിലായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ വീണ്ടും ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട്, അതായത് ബാഗ്മതി നദിയുടെ തീരത്തായിട്ടാണ് ഈ ക്ഷേത്രമുള്ളത്. ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശം എന്ന് പറഞ്ഞാൽ ബാഗ്മതി നദിയാണ്. ബാഗ്മതി നദിയുടെ തീരത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പം നടന്ന് ഈ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ ഏകദേശം കിഴക്ക് ഭാഗത്തായിട്ടാണ് വന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന പ്രവേശന കവാടം പടിഞ്ഞാറ് വശത്താണ്. നമ്മളിപ്പോൾ കിഴക്ക് വശത്തായിട്ട് വന്നത്. കിഴക്ക് വശത്തായിട്ടാണ് ബാഗ്മതി നദിയുള്ളത്. ഈ ബാഗ്മതി നദിയിലോട്ടാണ് ഇതിൻ്റെ കിഴക്ക് ഭാഗം ദർശനം. ബാഗ്മതി നദിയിലോട്ടാണ്. ഇവിടെ വത്സലേശ്വരി ദേവീക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമാണ് കാണുന്നത്. ഇതെല്ലാം ഇവിടുത്തെ ഈ ക്ഷേത്രങ്ങളെല്ലാം ഒരേ ശൈലിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഇത് പറയുന്നത് ഈ പശുപതിനാഥ ക്ഷേത്രം പണിയുന്നതിന് മുമ്പ്, ആ ക്ഷേത്രത്തിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രമാണ് ഈ വത്സലേശ്വരി ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ ഭദ്രകാളിയും ലക്ഷ്മിയും സരസ്വതിയും ഒക്കെ ഇവിടെ ഐക്യരൂപത്തിൽ കുടികൊള്ളുന്നു എന്നുള്ളതാണ് വിശ്വാസം. നമ്മൾ ഈ വത്സലേശ്വരി ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിക്ക് തന്നെ ഇവിടെ ഇങ്ങോട്ട് വരുന്ന ആ മെയിൻ റോഡിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഇതുപോലെ വലത് സൈഡിലായിട്ട് ഇതുപോലെ സരസ്വതി ദേവിയുടെ ഒരു വിഗ്രഹമാണ് കാണുന്നത്. നീല സരസ്വതി എന്നാണ് ഈ ദേവി അറിയപ്പെടുന്നത്. അപ്പം
ഇതാണ് വത്സലേശ്വരി ദേവീക്ഷേത്രം. ഈ വത്സലേശ്വരി ദേവീക്ഷേത്രത്തിൻ്റെ വലതുവശത്തായിട്ട് നമുക്കിവിടെ ആകാശ ഭൈരവൻ്റെ ഒരു വിഗ്രഹമാണ് കാണുന്നത്. ആകാശ ഭൈരവ ക്ഷേത്രമാണിത്. ഈ വത്സലേശ്വരി ദേവീക്ഷേത്രത്തിന് മുന്നിലായിട്ട് ഇതുപോലെ അനേകം ചെറിയ ചെറിയ വാഹനങ്ങൾ, ദേവിയുടെയൊക്കെ വാഹനങ്ങളോ സിംഹത്തിൻ്റെയും നന്ദിയുടെയൊക്കെ വിഗ്രഹങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പല ഭാഗങ്ങളിലായിട്ടുണ്ടായിരുന്ന ചെറിയ ചെറിയ വിഗ്രഹങ്ങളും പ്രതിമകളും ഒക്കെ പിന്നീട് ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടെ സ്ഥാപിച്ചതായിരിക്കാനായിട്ടാണ് സാധിക്കുന്നത്. ഈ വത്സലേശ്വര ദേവീക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തായിട്ട് ഇതുപോലെ പഞ്ചഗണപതികൾ, 5 ഗണപതികളുടെ ഒരു ചെറിയൊരു ശ്രീകോവിൽ കാണാം. ഈ ശ്രീകോവിൽ നമ്മളിവിടെ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ പല ശ്രീകോവിലുകൾ ഇതുപോലെ ഓപ്പണായിട്ടാണുള്ളത്. ഇങ്ങനെ ഓപ്പണായിട്ട് മേൽക്കൂര ഇല്ലാത്ത രീതിയിലാണ് പല ശ്രീകോവിലുകളും കാണുന്നത്. അപ്പോൾ ഇത് പഞ്ചഗണപതി ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു മഹാവിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹമാണ് കാണുന്നത്. ഇത് അനന്ത ആദി നാരായണനാണ്. ഇതും കണ്ടോ, ഇതിന് മേൽക്കൂരയുണ്ട്, പക്ഷേ ഓപ്പണായിട്ടാണ്. ഇവിടെ ഇങ്ങനെ അടച്ച് വാതിലുകൾ കൊണ്ട് അടയ്ക്കുന്ന രീതിയിലല്ല ഈ വിഗ്രഹം കാണുന്നത്. ഇതാണ് അനന്ത ആദി നാരായണൻ്റെ ഒരു വിഗ്രഹമാണ്. നമ്മൾ ഈ നിൽക്കുന്ന ഇതിൻ്റെ നേരെ ഈ ഭാഗത്തായിട്ടാണ് പശുപതിനാഥ ക്ഷേത്രം. പശുപതിനാഥ ക്ഷേത്രത്തിന് തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ അനന്ത ആദി നാരായണൻ്റെ വിഗ്രഹം, അതുപോലെ ഈ വത്സലേശ്വര ദേവീക്ഷേത്രമൊക്കെ. ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഇങ്ങനൊരു ശിവലിംഗം കാണാം, ചെറിയൊരു ശിവലിംഗം കാണാം. അതുപോലെ ഇവിടെ ഒരു ദേവിയുടെയാണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ശ്രീകോവിൽ കാണാം. ഈ വത്സലേശ്വര ദേവീക്ഷേത്രത്തിൻ്റെ വലതുവശത്തായിട്ട് ഇതുപോലെ സാമാന്യം വലിപ്പത്തിലുള്ള ഒരു ശ്രീകോവിലാണ് കാണുന്നത്. ഇത് ജയമംഗളാദേവിയുടെ ഒരു ക്ഷേത്രമാണ്. ഈ വത്സലേശ്വര ദേവീക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് തോന്നുന്നത് ഇതിനും അടയ്ക്കാവുന്ന രീതിയിലുള്ള വാതിലുകളില്ല, ഇതെല്ലാം ഓപ്പണായിട്ടാണ്. അപ്പോൾ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്ന കാര്യം എല്ലാ ദേവതമാർക്കും എപ്പോഴും മുന്നിവിടെ ദർശനം ചെയ്യാനായിട്ടാണ്. അതായത് പല ദേവതമാരും ഈ വത്സലേശ്വര ദേവീക്ഷേത്രത്തിൽ പലപ്പോഴായിട്ട് എത്താറുണ്ട്. അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇതിന് ഈ വാതിലുകൾ ഇല്ലാത്തത്. ഇടതുവശത്തായിട്ട് ഇതുപോലെ നമുക്കൊരു ശിവലിംഗം കാണാം. ഇത് ഈ രീതിയിലുള്ളൊരു ശിവലിംഗം നമ്മൾ ഒരിടത്തും കാണാത്ത രീതിയിലുള്ള ഒരു ശിവലിംഗമാണ്. ഇത് പാർത്ഥിക ശിവലിംഗം എന്നാണ് അറിയുന്നത്. പാർത്ഥിക് ശിവലിംഗം എന്നാണ് ഇതറിയപ്പെടുന്നത്. നമുക്കിപ്പോൾ ഈ നിൽക്കുന്ന പൊസിഷൻ ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറയാം. ഇത് ഭാഗ്മതി നദിക്ക് കുറുകെയുള്ള ഒരു പാലമാണ്. അപ്പോൾ ഇതാണ് കാണുന്നതാണ് നമ്മുടെ പ്രധാന പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരമാണ്. കിഴക്കേ ഗോപുരത്തിൻ്റെ സൈഡിലായിട്ട് തെക്ക് ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ കണ്ട ക്ഷേത്രങ്ങളൊക്കെ ഇപ്പം കുറച്ച് മുമ്പ് നമ്മൾ കണ്ട ക്ഷേത്രങ്ങളൊക്കെ ഈ കാണുന്നതാണ്. നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഈ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ്. ആ ഭാഗത്തായിട്ടാണ് ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ് കാണുന്നത്, മുകളിലായിട്ട് കാണുന്നത്. നമ്മൾ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തായിട്ട് ഇപ്പം ഭാഗ്മതി നദിയുടെ കുറുകെയുള്ള ഒരു പാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിനി ക്ഷേത്രത്തിന് നേരെ കിഴക്ക് ഭാഗത്തോട്ട് പോയിട്ട് അവിടെ ചെറിയ 1-2 കോവിലുകളാണ്. അവിടെ ഗംഗാദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട്, മൃഗേശ്വര മഹാദേവ ക്ഷേത്രമുണ്ട്, അതുപോലെ തന്നെ വിരൂപാക്ഷ്യ മഹാദേവൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രങ്ങളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയി അവിടെ കുറേ ഗുഹകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ വളരെ നിഗൂഢമായിട്ടുള്ള പല ഗുഹകളും ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നത്. ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഭാഗ്മതി നദിയുടെ തീരത്തുള്ള ഘാട്ടിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് ആര്യഘട്ട് എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. ഇവിടെയൊക്കെ നമ്മൾ കാശിയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇവിടെ അനേകം ഈ കാശിയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇവിടെ സംസ്കാര ചടങ്ങുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഈ ആര്യഘട്ടിനോട് ചേർന്ന് തന്നെ ഇവിടെ ചെറിയൊരു ശ്രീകോവിലാണ്. ഇത് ഏതാണെന്ന് നമുക്കറിയത്തില്ല. ഇവിടെ ഈ കാണുന്ന ഈ ശ്രീകോവിലുള്ളിൽ കാണുന്നതാണ് മൃഗേശ്വര ഭഗവാന്. അതിൻ്റെ അപ്പുറമായിട്ട് നടുക്കായിട്ട് കാണുന്നതാണ് വിരൂപാക്ഷ്യ മഹാദേവൻ്റെ ക്ഷേത്രമാണ്. ഇത് ഈ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഭാഗമാണ്. കിഴക്കേ ഭാഗത്ത് ആദ്യമായിട്ട് കാണുന്നത് ഗംഗാദേവിയുടെ ക്ഷേത്രമാണ്. അതിൻ്റെ അപ്പുറമായിട്ട് കാണുന്നതാണ് വിരൂപാക്ഷി ദേവൻ്റെ ക്ഷേത്രം. അതിനപ്പുറമായിട്ട് കാണുന്നതാണ് മൃഗേശ്വര ഭഗവാന്റെ ക്ഷേത്രം. ബ്രഹ്മനാളമെന്ന് അറിയപ്പെടുന്ന ഒരു നാളമാണ്. ഇത് പറയുന്ന ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ തീർത്ഥജലങ്ങളൊക്കെ ഇങ്ങോട്ടാണ് വരുന്നതെന്നാണ്. ഇതാണ് ബ്രഹ്മനാളം. ഇവിടെ ഈ ശവസംസ്കാരങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഡെഡ് ബോഡി കൊണ്ട് ഈ ബ്രഹ്മനാളത്തിൽ കിടത്തുന്നത് കാണാം. അപ്പം ഈ ഭാഗ്മതി നദി വളരെ വൃത്തികെട്ട രീതിയിലാണ് കാണുന്നത്. ഇവിടെ ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങളും ഇവിടുത്തെ ഈ കാഠ്മണ്ഡുവിലെ ഒട്ടുമിക്ക മാലിന്യങ്ങളും ഈ നദിയിലോട്ടാണ് ഒഴുകുന്നത്. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ ഭാഗ്മതി നദി കാണുന്നത്. നമുക്കിനി ഇതിൻ്റെ തീരത്തൂടെ, ഈ ഭാഗ്മതി നദിയുടെ തീരത്തൂടെ, അതായത് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തൂടെ മുന്നോട്ട് നടന്ന് ഇവിടെ പല ഗുഹകളും ഒക്കെ കാണാനായിട്ട് സാധിക്കും. പല ഗുഹകളും ചെറിയ ശ്രീകോവിലുകളും ഒക്കെ, ഇവിടെ പല സിദ്ധന്മാർ താമസിക്കുന്ന ഗുഹകളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മളിനി കാണാം. നമുക്ക് ഈ ഭാഗ്മതി നദിയുടെ തീരത്തൂടെ നമുക്ക് മുന്നോട്ട് നടക്കാം.
ഈ ഭാഗ്മതി നദിയുടെ അങ്ങേ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ അനേകം ചെറിയ 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 ക്ഷേത്രങ്ങൾ കാണാം. അനേകം ക്ഷേത്രങ്ങൾ ഇവിടെ കാണാം. നമുക്ക് ആ ക്ഷേത്രങ്ങളുടെയൊക്കെ കാഴ്ചകൾ നമ്മൾ ഇങ്ങോട്ടുള്ള നമുക്ക് ചില ഇതുവഴി നമ്മൾ ചില മുന്നോട്ട് നടന്ന് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ആ നദി ക്രോസ് ചെയ്ത് അങ്ങേ സൈഡിൽ ചെന്നിട്ട് ആ കാഴ്ചകൾ കാണാം. ഇവിടെ രക്ഷേശ്വര മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമാണ് ഇവിടെ ആദ്യമായിട്ട് കാണുന്നത്. നമ്മളിനി മുന്നോട്ട് ഇങ്ങനെ നടക്കുകയാണ്. മുന്നോട്ട് നടക്കുമ്പോൾ ഇങ്ങനെ ഈ സൈഡിലായിട്ട് നമുക്ക് ഒരു അനേകം ഗുഹകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്തൊന്നും പോകരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ ഇവിടെ വരുന്ന ആൾക്കാർ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. പല സിദ്ധന്മാരും പല ബാബാമാരും ഒക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണിത്. ഇതൊരു ഗുഹ പോലെ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരിതാണ്. ഇത് മുകളിലോട്ട് കയറി പോകാനായിട്ടുള്ള സ്ഥലമുണ്ട്. കണ്ടോ, മുകളിലോട്ട് കണ്ടോ, പല തട്ടുകളായിട്ടൊക്കെ പണിതിരിക്കുന്നത്. നമ്മൾ അത്രയും മുകളിലോട്ട് നമ്മൾ കയറി പോകുന്നില്ല. ഇവിടുന്ന് വീണ്ടും നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. കണ്ടോ, ഇതാണ് ഭാഗ്മതി നദി. നമ്മുടെ പുറകു ഭാഗത്തായിട്ടാണ് ഈ പശുപതിനാഥ ക്ഷേത്രം വരുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ കണ്ട് ഇവിടെ കണ്ട്. ഇവിടെ ഒരു ശിവലിംഗം കാണാം. ഇതൊരു ഗുഹയാണ്. കണ്ടോ, ഇതൊക്കെ അടച്ചിട്ടിരിക്കുന്നുണ്ടോ. ഉണ്ട് മുകളിലോട്ട് നോക്കിയാൽ കല്ലിരിക്കുന്നുണ്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ താഴെയായിട്ട് ഉള്ള ചെറിയ ചെറിയ ഗുഹകളാണ്. നമുക്ക് മുന്നോട്ടിങ്ങനെ അനേകം കാഴ്ചകൾ ഇവിടെ കാണാനായിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ മുന്നോട്ട് ഭാഗ്മതി നദിയുടെ തീരത്തോടെ മുന്നോട്ട് വരുമ്പോഴത്തേനും ഇങ്ങനെ ഇടതുവശത്തായിട്ട് ഇതുപോലെ ഒരു വഴി കാണാം. ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിറച്ച് കുരങ്ങന്മാരാണ്. ക്യാമറയൊക്കെ എടുത്തുകൊണ്ട് പോകാതെ നോക്കണം. അതുപോലെ കണ്ണാടി, ഇവിടുത്തെ കുരങ്ങന്മാർ ഇതുവരെ കണ്ണാടി എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടിട്ടില്ല. പക്ഷേങ്കിൽ നമ്മുടെ മധുരയിലൊക്കെ ആണെങ്കിൽ കുരങ്ങന്മാർ കണ്ണാടി എടുത്തുകൊണ്ട് പോകുന്നത് കാണാം. ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രമാണ് ഇത്. തിലോപ്പാക്കേവ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഗുഹയാണ് ഇവിടെ കാണുന്നത്. ഈ ഗുഹയുടെ ഇവിടുന്ന് മുകളിലോട്ട് കയറുമ്പോൾ ഇവിടെ വീണ്ടും വേറെ ഒരു ഗുഹ കാണാം. ഇവിടെയൊക്കെ പല സിദ്ധന്മാരും ഒക്കെ വന്ന് ഇവിടെ താമസിക്കുകയും മെഡിറ്റേഷൻ ചെയ്യുകയും ചെയ്യുന്നത്. ഇതിന് താഴെ കണ്ടോ, ഇവിടെ താഴെയും ഒരു ഗുഹയാണ്. ഇങ്ങനെ മുകളിലോട്ട് വീണ്ടും നമുക്ക് കയറി വരാം. മുകളിലോട്ട് കയറി വരുമ്പോൾ ഇതുപോലെ വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതിനകത്ത് ഒരാൾ കിടപ്പുണ്ട്. ഇങ്ങനെ മുകളിലോട്ട് കയറി വരുമ്പം ഇവിടെയും ഇങ്ങനെ ഗുഹയാണ് കാണുന്നത്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു കുടിലാണ്. ഇവിടെ ആരുമില്ല. എന്നാലും രണ്ടും കൽപ്പിച്ച് ഇതിനകത്തോട്ട് കയറുവാണ്. കണ്ടോ വളരെ ആർക്കും അറിയത്തില്ലാത്ത സ്ഥലങ്ങളാണ് ഈ നമ്മുടെ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ടുള്ള ചെറിയ ചെറിയ കുടീരങ്ങളാണ്. ഇത് വളരെ ശാന്തമായിട്ടുള്ള ഒരു ഗുഹയാണ്. ഇവിടെ ഒരു ഹോമകുണ്ഡം ഒക്കെയാണ് കാണുന്നത്. ഇവിടെ ഇങ്ങനെ കൊമ്പൊക്കെയാണെന്നാണ്, കൊമ്പ് ഒക്കെ ആണെന്ന് തോന്നുന്നതാണ്. മുകളിൽ കണ്ടോ, മുകളിൽ ഇവിടെ കാണുന്നതൊരു തലയോട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ കാണുന്നത്. ഇവിടെ പുറകിലായിട്ടൊരു കാളിദേവിയുടെ ഒരു വിഗ്രഹം കാണാം. അപ്പം പല രീതിയിൽ നമുക്കറിയത്തില്ലാത്ത രീതിയിലൊക്കെ ആരാധനകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. ഇവിടെ വരുന്നവർ, ഈ പശുപതിനാഥ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് അത്യാവശ്യം കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണിതൊക്കെ. നമ്മൾ ഈ ഭാഗ്മതി തീരത്തോടെ തന്നെ കുറച്ചും കൂടെ ഇങ്ങനെ മുകളിലോട്ട് കയറി വരുവാണ്. ഇതാണ് ഭാഗ്മതി നദി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്നത് പൊസിഷൻ, നമ്മൾ നിൽക്കുന്ന പൊസിഷൻ മനസ്സിലാക്കാനായിട്ട്. അങ്ങ് ദൂരെയായിട്ടാണ് നമ്മുടെ പശുപതിനാഥ ക്ഷേത്രം. നമ്മൾ ഈ നദിയുടെ തീരത്തുകൂടിയാണ് ഇങ്ങോട്ട് നടന്ന് വന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ കാണാം. ഇവിടെ ഇവിടെ ഒരു ക്ഷേത്രം കാണാം. ഇവിടെ പല സ്ഥലങ്ങളിലും ഇവിടെ ഒരു പ്രശ്നം, ഞാനിത് പലപ്പോഴും പറയണ്ടെന്ന് വെച്ച ഒരു കാര്യമാണ്. ഇവിടെ പല സ്ഥലങ്ങളിലും ഇരുന്ന് ആൾക്കാരിരുന്ന്, സ്വാമിമാരും സ്വാമി വേഷം കിട്ടിയ ആൾക്കാരും ഒക്കെ ഇരുന്ന് കഞ്ചാവ് വലിക്കുന്നതൊക്കെ കാണാം. അതുകൊണ്ട് ഇങ്ങോട്ട് ഒറ്റയ്ക്കൊക്കെ വരാതിരിക്കുന്നതായിരിക്കും സേഫ്. ആരെങ്കിലും കൂടെ വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ശിവലിംഗമാണ് കാണുന്നത്. നമ്മൾ ദൂരെ അങ്ങനെയാണ് നടന്ന് വന്നത്. ഇതുവഴി ഇങ്ങനെ മുകളിലോട്ട് വീണ്ടും കയറുകയാണ്. അവിടെ വേറെ ഒരു ക്ഷേത്രം കൂടെ കാണാം. അതിൻ്റെ കാഴ്ചകളും കൂടെ നമുക്ക് പോയി കാണാം. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുരങ്ങന്മാർ ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ്. മൊബൈലൊക്കെ കൈ പിടിച്ചുകൊണ്ട് പോകുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവന്മാർ ചാടി പിടിക്കും. അതുപോലെ ബാഗിൻ്റെ ഒക്കെ സിപ്പൊക്കെ ഇട്ട് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ ബാഗിനകത്തൊക്കെ വന്ന് കയറും. നമ്മൾ താഴെ കൂടി ഇങ്ങനെ നടന്ന് ഇവിടെ ഇങ്ങനെ കയറി വരുമ്പം ഇതുപോലെ ഒരു ആശ്രമം പോലെ ഒരു കവാടമാണ് കാണുന്നത്. ഇവിടെ ഇങ്ങനെ പട്ടികളൊക്കെ കിടക്കുന്നുണ്ടാരും. പ്രശ്നക്കാരൊന്നും അല്ലെന്നാണ് തോന്നുന്നത്. ഇവിടെ
ഗോപാലേശ്വര ക്ഷേത്രമാണെന്ന് തോന്നുന്നു. ഗോപാലേശ്വര ശിവക്ഷേത്രം. നമ്മളൊരു പ്രദക്ഷിണം വെക്കാണ്. ഇതൊക്കെ പഴയ കാലത്തെ നല്ല ഋഷിമാരുമൊക്കെ താമസിച്ചിരുന്ന സ്ഥലങ്ങളായിരിക്കും. ഇവിടെ എല്ലാം ഇതാണ് പരിപാടി. ഇത് കണ്ടിട്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റുമല്ലോ. ഈ ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കഞ്ചാവ് വലിക്കുന്ന അത് കാണാം. നമ്മളിവിടെ പല സ്ഥലങ്ങളിലും ഇത് കണ്ടു. ഇപ്പോൾ ഇതിൻ്റെ പുറകിൽ വരുന്ന ആൾക്കാർ കഞ്ചാവ് വലിക്കുകയാണ്. ഇങ്ങനെ ഇത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഇത് ഇനി ഒരു ആധ്യാത്മിക വിഷയമായിട്ടാണ് ആൾക്കാർ ചിലരൊക്കെ ഈ കഞ്ചാവിനെ കാണുന്നത്. അപ്പോൾ അത് ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പറയണമെന്നോർത്തിട്ട് വേണ്ട എന്ന് വെച്ച ഒരു കാര്യമാണ് ഈ കഞ്ചാവ്. നമുക്ക് കാശി, ഹരിദ്വാർ അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഈ സന്യാസിമാർ ഈ കഞ്ചാവ് വലിച്ചു കയറ്റുന്നത് കാണാം. എന്നിട്ട് അതിനവർ പറയുന്ന ന്യായം എന്ന് പറഞ്ഞാൽ അതിന് ആധ്യാത്മികമായിട്ട് എന്തോ വശം ഉണ്ടെന്നാണ് പറയുന്നത്. ശിവന് കഞ്ചാവ് വലിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഈ സ്വാമിമാർക്ക് ഈ വേഷം കെട്ടി നടക്കുന്നവർക്ക് കഞ്ചാവ് വലിക്കണമെങ്കിൽ അവർക്ക് കഞ്ചാവ് വലിച്ചാൽ മതിയല്ലോ. അത് ശിവൻ വലിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലർ പറയുന്ന പാലാഴി കടഞ്ഞപ്പം കഞ്ചാവ് കിട്ടിയായിരുന്നു എന്നാണ് പറയുന്നത്. പാലാഴി കടഞ്ഞപ്പോൾ ആദ്യം കിട്ടിയത് കാളകൂടമായിരുന്നു. അങ്ങനെയാണ് ഇവർ ഈ കാലകൂടം കഴിക്കൽ. ഒരു രീതിയിലും ഈ കഞ്ചാവ് വലിക്കുന്ന സന്യാസിമാരെ നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റുകയില്ല. ചില ആൾക്കാരുണ്ട് ഈ കഞ്ചാവ് വലിക്കുന്നത് അത് ആധ്യാത്മികതയുടെയൊക്കെ ഭാഗമാണെന്ന് പറയുന്നത്. പക്ഷേ ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെ ഇരുന്ന പല ആൾക്കാരും ഇപ്പോൾ ഇരുന്ന് ചെറുപ്പക്കാർ 2 പിള്ളേർ അവിടെ ഇരുന്നിട്ട് കഞ്ചാവ് വലിച്ച് അടിച്ച് കിറങ്ങി ആ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തായിട്ടിരിക്കുകയാണ്. അവർക്ക് കഞ്ചാവ് കിട്ടിയത് 100% ഉറപ്പാണ് ഈ സന്യാസിമാരുടെ കയ്യിൽ നിന്നായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ഈ രീതിയിലുള്ളൊരു പ്രവണത ശരിക്കും പറഞ്ഞാൽ ഈ കഞ്ചാവ് വലിക്കുന്ന സന്യാസിമാർ ഹിന്ദു സമൂഹത്തിനും നമ്മുടെ ധർമ്മത്തിനോടും ഏറ്റവും വലിയൊരു അപരാധമാണ് കാണിക്കുന്നത്. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഈ കഞ്ചാവ് വലിക്കുന്ന സന്യാസിമാരെ എല്ലാം പിടിച്ച് അകത്തിടണം. അതിപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങ് ദൂരെ ഇരിക്കുന്ന 2 പിള്ളേർ അടിച്ച് കിറുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് അവർക്ക് ഈ കഞ്ചാവ് അവൈലബിൾ ആയിട്ട് ഈ സന്യാസിമാരിൽ നമ്മുടെ ഇവിടെ നിന്നും സന്യാസിമാരിൽ നിന്ന് ആരും കഞ്ചാവ് പിടിക്കുകയില്ല. അപ്പോൾ ഇത് വളരെ നമുക്ക് വിപത്തായിട്ട് നമ്മുടെ ധർമ്മത്തിന് വളരെ വിപത്തായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ കഞ്ചാവ്. ഈ സന്യാസിമാർ ഈ കഞ്ചാവ് കാരിയേഴ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പലയിടത്തും. അതുകൊണ്ട് അവിടെയൊക്കെ കാണാം. മുന്നോട്ടൊക്കെ നമ്മൾ ഇവിടുന്ന് വീഡിയോ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതെല്ലാം കഞ്ചൻ പാർട്ടികളാണ് ഇരിക്കുന്നത്. ഇവർ ഇതിൻ്റെ പേരിൽ ആധ്യാത്മികതയാണ് പറയുന്നത്. ആധ്യാത്മികമായിട്ട് കഞ്ചാവ് വലിക്കുന്നതിനകത്ത് എന്തോ ആധ്യാത്മികതയുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഒരു രീതിയിലും അത് അംഗീകരിക്കാനായിട്ട് പറ്റുന്ന കാര്യമല്ല നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ. നമ്മൾ ഇപ്പോൾ കണ്ടത് ഈ ഭാഗ്മതി നദിയുടെ നമ്മൾ ക്ഷേത്രത്തിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ അതാണ് ക്ഷേത്രത്തിൻ്റെ ഗോപുരം. ക്ഷേത്രത്തിനോട് ഫേസ് ചെയ്ത് നിൽക്കുമ്പം വലതുവശത്തോട്ടുള്ള കാഴ്ചകളാണ് കണ്ടത്. അതായത് വടക്ക് വശത്തെ കാഴ്ചകളാണ് കണ്ടത്. ഇനി നമ്മൾ ഈ തെക്ക് വശത്തോട്ട് നടന്ന് ഈ ഭാഗത്തായിട്ടുള്ള ക്ഷേത്രങ്ങളുടെ കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ മുഴുവൻ ഘാട്ടുകളാണ്. ഇവിടെ ഈ ശവസംസ്കാരം, ശവദാഹങ്ങളാണ് നടക്കുന്നത് ഭാഗ്മതി നദിയുടെ തൊട്ട് തീരത്ത്. അതുപോലെ ഈ സൈഡിലും ഇതുപോലെ ശരീരങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ ഇങ്ങനെ അവിടെ കൊണ്ട് നമ്മുടെ ആദ്യം ആ ശരീരം കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവരിക. നമ്മൾ മുമ്പ് കണ്ട ബ്രഹ്മനാളത്തിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ പൂജകളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇവിടെ കൊണ്ടുവന്ന് ദഹിപ്പിക്കുന്നത്. ദഹിപ്പിക്കാനായിട്ടുള്ള ഘാട്ടുകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇത് ആ ഘാട്ടിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ നടന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ ആ സൈഡിലുള്ള ക്ഷേത്രങ്ങൾ, അതായത് ഈ ക്ഷേത്രത്തിൻ്റെ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തൂടെയാണ് ഭാഗമതി നദി ഒഴുകുന്നത്. കിഴക്ക് വശത്തൂടെ നമ്മൾ നടന്ന് തെക്ക് വശത്തെ കാഴ്ചകളാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ വത്സലേശ്വരി ക്ഷേത്രത്തിലോട്ട് കയറുന്നതിന് തൊട്ട് മുന്നേ ഈ വലത് സൈഡിലോട്ടുള്ള വഴി ഇങ്ങനെ വരുമ്പോഴത്തേനും ഇവിടെ ഭസ്മേശ്വര മഹാദേവ ക്ഷേത്രം ആണ് കാണുന്നത്. ഈ ഭസ്മേശ്വര മഹാദേവ ക്ഷേത്രത്തിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു ആശ്രമം പോലെയൊക്കെയാണ് കാണുന്നത്. ഇവിടെ ദത്താത്രേയ ഭഗവാന്റെ വിഗ്രഹങ്ങൾ, ഫോട്ടോകളൊക്കെ കാണാം. ഇവിടെ ഒരു സന്യാസി ഇരിപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ സന്യാസിമാരോട് സംസാരിക്കാനായിട്ട് പേടിയാണ്. ഒട്ടുമിക്ക സാധനങ്ങളും കഞ്ചാവായിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠയാണ് അങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. അപ്പം അതുപോലെ അവിടെ പരമശിവൻ്റെ ഭാവങ്ങൾ തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ ഇങ്ങനെ ഇതാണ് ഭസ്മേശ്വര മഹാദേവ ക്ഷേത്രം. ഇതും ഇങ്ങനെ ഓപ്പണായിട്ടുള്ള ഒരു ശിവലിംഗമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇവിടുത്തെ ഈ ചിതാഭസ്മത്തിൽ നിന്നുള്ള ഭസ്മങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ അഭിഷേകം ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഈ ഭാഗ്മതി നദിയുടെ തീരത്തൂടെ, അതായത് ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തൂടെ നമ്മൾ നടന്നു വരുവാണ്. ഇതാണ് ഭാഗ്മതി നദി. ഇതിൻ്റെ ഇവിടെ എല്ലാം ഘാട്ടുകളാണ്, ഇങ്ങനെ ശവസംസ്കാരം നടക്കുന്ന ഘാട്ടുകളാണ്. നമ്മളിങ്ങനെ മുന്നോട്ട് നടന്നു വരുമ്പം വലതുവശത്തായിട്ട് 2 ക്ഷേത്രങ്ങൾ കാണാം. ആ ക്ഷേത്രങ്ങൾ നമുക്ക് ആദ്യം പോയി ആ ക്ഷേത്രങ്ങളുടെ കാഴ്ചകൾ കാണാം.
ഇവിടെ ഇങ്ങനെ 2 ക്ഷേത്രങ്ങളാണ് കാണുന്നത്. ഇതും ഇഷ്ടി കൊണ്ട് നിർമ്മിച്ച വളരെ പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. അമർ കാന്തേശ്വര ക്ഷേത്രവും സുരേഷ് കാന്തേശ്വര ക്ഷേത്രവും, അങ്ങനെ 2 ക്ഷേത്രങ്ങളാണിത്. ഈ നദിയുടെ തീരത്തായിട്ട് തന്നെ ഇവിടെ ഒരു ശ്രീബുദ്ധൻ്റെ ഒരു വിഗ്രഹം കാണാം. നിൽക്കുന്ന രീതിയിൽ ശ്രീബുദ്ധൻ്റെ ഒരു വിഗ്രഹം ഇവിടെ കാണാം. നമ്മൾ വീണ്ടും ഈ ഭാഗ്മതി തീരത്തൂടെ മുന്നോട്ട് വരുവാണ്. മുന്നോട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു ശിവലിംഗമാണ് കാണുന്നത്. ചെരിഞ്ഞ് ഇരിക്കുന്ന ഒരു ശിവലിംഗം കാണാം. ഇവിടെ വിരാതേശ്വര ശിവലിംഗം ആണിങ്ങനെ ചെരിഞ്ഞ രീതിയിലാണ് കാണുന്നത്. ഇങ്ങനെ ഇതിൻ്റെ പിന്നിലുള്ള കാര്യമൊന്നും എന്താണെന്ന് അറിയത്തില്ല. വിഷ്ണു ഭഗവാന്റെ ഒരു ചെറിയൊരു വിഗ്രഹം കാണാം. ഇങ്ങനെ വിഷ്ണു കിടക്കുന്ന രീതിയിലുള്ള ഒരു നമ്മൾ അനന്തശയനം നമ്മൾ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു അനന്തശയനമല്ല. അനന്തശയനം വിഷ്ണു ഭഗവാൻ ഇങ്ങനെ കിടക്കുന്ന രീതിയിലുള്ളൊരു വിഗ്രഹമാണ് ഇവിടെ കാണുന്നത്. വലത് സൈഡിലായിട്ടാണ് പ്രധാനപ്പെട്ട വേറെ 2 ക്ഷേത്രങ്ങളുമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇവിടെ കാണാനായിട്ട് പോകുന്നത്. നമ്മൾ കയറി വരുമ്പോൾ ഈ വലതുവശത്തായിട്ട് കാണുന്ന ഈ തീർത്ഥക്കുളമാണ് താരാകുണ്ടെന്നാണ് ഈ തീർത്ഥക്കുളം അറിയപ്പെടുന്നത്. അതുപോലെ ഇവിടെ ഇപ്പം വെള്ളമൊന്നുമില്ല. മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാലേ വെള്ളമുള്ളൂ. ഇതൊക്കെ മഴ പെയ്തു വരുന്ന വെള്ളമൊക്കെ ഇവിടെ കാണാൻ സാധ്യതയുള്ളൂ. ഇവിടെ അല്ലാതെ വേറെ ഉറവുകളൊന്നും വരാനായിട്ടുള്ള സാധ്യത കാണുന്നില്ല. ആ താരാകുണ്ടിനോട് ചേർന്ന് തന്നെ താരാകേശ്വര മഹാദേവ ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഇവിടെ വളരെ പ്രാധാന്യമുള്ള പുരാതന കാലം മുതലുള്ള പല ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. പക്ഷേ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പം പൂജകളോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ അനേകം ആൾക്കാർ താമസിക്കുന്ന, ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ശവസംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ വ്രതമോ കാര്യങ്ങളൊക്കെ എടുക്കാൻ ആയിട്ട് ഇവിടെ താമസിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള അനേകം ആധ്യാത്മിക പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് ഇവിടെ കാണുന്നത്. ഈ താരകേശ്വര ക്ഷേത്രത്തിൻ്റെ അവിടെ നമ്മൾ മുന്നോട്ട് കുറച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വഴിയാണ്. ഇവിടെ ഇങ്ങനെ വരുമ്പോഴത്തേനും 2 സൈഡിലുമായിട്ട് 2 ഇങ്ങനെ തീർത്ഥ കുളങ്ങളാണ് കാണുന്നത്. നമ്മൾ കണ്ടത് ഇതൊക്കെ പായലൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ 2 ഇതുപോലെ പ്രാധാന്യമുള്ള 2 തീർത്ഥ കുളങ്ങളാണ്. ഇതൊക്കെ പണ്ട് കാലത്ത് ഇതിനൊക്കെ പ്രാധാന്യമൊക്കെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഇത് കാലക്രമേണ ഇവിടെ പൂജകളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ ഇത് ഇവിടെ വൃത്തിയും വെടിപ്പുമായിട്ടൊന്നും ഇവിടെ സൂക്ഷിക്കുന്നില്ല. അതുപോലെ ഇവിടെ യജ്ഞശാലയാണെന്ന് തോന്നുന്നു. ഇവിടെ പല രീതിയിലുള്ള യജ്ഞങ്ങൾ നടക്കുന്ന സ്ഥലം. ഇവിടെ ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ ആ താരകേശ്വര ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ ഇടതുവശത്താണ് കണ്ടത്. ഇവിടെ വലതുവശത്തായിട്ട് ഇവിടെ ഒരു രാജരാജേശ്വരി ക്ഷേത്രമാണ് കാണുന്നത്. രാജരാജേശ്വരി ക്ഷേത്രം, ഇതാണ് രാജരാജേശ്വരി ക്ഷേത്രം. ഇതും സാമാന്യം വലുപ്പമുള്ള നമ്മൾ മുമ്പ് കണ്ട ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൻ്റെയും ഒക്കെ പോലെ തന്നെ ഉള്ള ഒരു സ്ട്രക്ചറാണ് ഈ രാജരാജേശ്വരി ക്ഷേത്രം. ഇവിടെ ക്ഷേത്രങ്ങളെല്ലാം ഇപ്പം അടച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം കണ്ട ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൻ്റെ പോലെ തന്നെ ഇവിടെ കൊത്തുപണികളും ഒക്കെ ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. രാജരാജേശ്വരി ക്ഷേത്രം. ഈ രാജരാജേശ്വരി ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതുപോലെ വെള്ള നിറത്തിലുള്ള ഒരു ശ്രീകോവിലാണ് കാണുന്നത്. ഇത് ഒരു ശിവക്ഷേത്രമാണ്. ജിത്ജുങ്ക പ്രകാശേശ്വര ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. അപ്പം ഈ ക്ഷേത്രത്തിൽ ഇവിടെ കണ്ടിട്ട് ഇതിൻ്റെ ലോക്കൊക്കെ കണ്ടിട്ട് ഇത് തുറക്കാറൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ലോക്ക് കണ്ടോ, ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ലോക്കാണ്. ഇത് കണ്ടോ. ഈ രാജരാജേശ്വരി ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തായിട്ട് നമ്മൾ ക്ഷേത്രത്തോട് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ ഇടതുവശത്തായിട്ട് ഇതുപോലെ ഒരു മഹാവിഷ്ണുവിൻ്റെ ഒരു ക്ഷേത്രമാണ് കാണുന്നത്. ക്ഷേത്രത്തിന് മുന്നിലായിട്ട് ഗരുഡ ഭഗവാന്റെ ഇങ്ങനെ ഒരു വിഗ്രഹം കാണാം. ഇത് മഹാവിഷ്ണുവിൻ്റെ ഒരു ക്ഷേത്രമാണ്. മഹാവിഷ്ണു വളരെ ചെറിയൊരു വിഗ്രഹമാണ്, ചെറിയൊരു ശ്രീകോവിലാണ്. കണ്ടോ, ഇതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു ശ്രീകോവിലാണ്. ഇവിടെയായിട്ട് നമുക്ക് ഇനി മുന്നിലായിട്ട് നമുക്കിവിടെ ഇതൊരു ഭദ്രകാളിയോ ഒരു ഭൈരവമൂർത്തിയോ അങ്ങനെ എന്തോ ഒരു മൂർത്തിയാണ്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. അതുപോലെ കുറച്ചും കൂടെ ഇങ്ങോട്ട് മുന്നോട്ട് വന്നു കഴിയുമ്പം ഇവിടെ ഗണപതി ഭഗവാന്റെ ഒരു വിഗ്രഹം കാണാം. ഗണപതി ഭഗവാന്റെ വിഗ്രഹം നമ്മൾ നാട്ടിൽ നിന്ന് സാധാരണ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഉള്ള ഒരു വിഗ്രഹമാണ് ഗണപതി ഭഗവാന്റെ ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ ഒരു ശിവലിംഗവും കാണാം. ഈ ശിവലിംഗം 4 മുഖങ്ങളുള്ള ഒരു ശിവലിംഗമാണ് ഈ രാജേശ്വരി ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ. നമുക്കിനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്ത് ഭാഗ്മതി തീരത്തിൻ്റെ പശുപതിനാഥ ക്ഷേത്രം ഇരിക്കുന്ന ആ ഭാഗത്തുള്ള അതേ തീരത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ അങ്ങേ തീരത്ത് ഭാഗ്മതി നദിയുടെ അങ്ങേ കരയ്ക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളാണ് കാണാനായിട്ട് പോകുന്നത്. നമ്മൾ ഭാഗ്മതി നദീ തീരത്തിൻ്റെ അങ്ങേ കരയ്ക്കത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നദി ക്രോസ് ചെയ്ത് ഇങ്ങേ സൈഡിൽ വന്നിരിക്കുകയാണ്. ആ കാണുന്നതാണ് പശുപതിനാഥ ക്ഷേത്രം. നമ്മളിനി മുന്നോട്ട് ഇവിടെ അനേകം
ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ എൻ്റെ പുറകിലിങ്ങനെ സന്യാസിമാർ ഒക്കെ ഇരിക്കുന്നത് കാണാം. ഈ ഒരു വീരഭദ്രേശ്വര ക്ഷേത്രമാണ്. ഈ വീരഭദ്രേശ്വര ക്ഷേത്രത്തിന് മുന്നിലായിട്ട് അനേകം സന്യാസിമാർ ഇരിക്കുന്നത് കാണാം. ആ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തായിട്ട് ഇങ്ങനെ 3 ശ്രീകോവിൽ, ഇതൊക്കെ നമ്മൾ മുമ്പ് കണ്ടതാണ്. ഗംഗാദേവിയുടെ, അതുപോലെ വിരൂപാക്ഷ്യദേവൻ്റെ, അതുപോലെ മൃഗേശ്വര ക്ഷേത്രം, ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ നേരെ കിഴക്ക് വശത്താണ് വന്നിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടം പടിഞ്ഞാറ് വശത്താണ്. അതുവഴിയാണ് നമ്മൾ ആദ്യം കയറി വന്നത്. ഇവിടെ ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് ബാഗ്മതി നദിയുടെ ഇങ്ങേ കരയ്ക്കായിട്ട് ഇതുപോലെ അനേകം ചെറിയ ക്ഷേത്രങ്ങൾ കാണാം. ഇതിനകത്തെല്ലാം ശിവലിംഗങ്ങളാണുള്ളത്. ഇത് മുഴുവൻ ദർശനം കണ്ടോ. പശുപതിനാഥ ക്ഷേത്രത്തിലോട്ടാണ് ദർശനം. ഇത് കണ്ടോ, ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ നന്ദിയുടെ പ്രതിഷ്ഠകളും കാണാം. നമ്മൾ മുമ്പ് നടന്നു പോയത് ആ വഴിയാണ്. മുമ്പ് നമ്മൾ നടന്നു പോയത് ക്ഷേത്രത്തിൻ്റെ അങ്ങേക്കരയ്ക്കൂടെ നടന്നിട്ടാണ് ആ ഗുഹയും കാര്യങ്ങളും ഒക്കെ നമ്മൾ ആ ഭാഗത്ത് പോയി കണ്ടത്. നമ്മളിപ്പം ക്ഷേത്രത്തിൻ്റെ ഇങ്ങേക്കരയ്ക്കാണ്. ഇങ്ങേക്കരയ്ക്ക് ഇത് കൂടാതെ മുകളിലോട്ടൊക്കെ അനേകം, മുകളിലോട്ട് ചെറിയൊരു വനം പോലെ ഒരു മേഖലയാണ്. അവിടെ എല്ലാം അനേകം ക്ഷേത്രങ്ങൾ, വേറെ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെ 11 ചെറിയ ശ്രീകോവിലുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാത്തിനകത്തിനും ശിവലിംഗ പ്രതിഷ്ഠ തന്നെയാണ്. നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അവസാനം കണ്ട് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മാത്രം നമുക്ക് ശിവലിംഗത്തിൻ്റെ ദർശനം ഒന്ന് കാണാം. ബാക്കി എല്ലായിടത്തും ഒരുപോലെ ഉള്ള ശിവലിംഗങ്ങൾ തന്നെയാണ്. ഇവിടെ പൂജയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വേണ്ട, ഇതാണ് ശിവലിംഗങ്ങൾ. നമ്മൾ വേണ്ടത് ഈ അവിടെ ഡെഡ് ബോഡി കത്തിക്കുന്നതിൻ്റെ പുകയാണ് ഈ വരുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെയുള്ള പുകയൊക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ പ്രശ്നങ്ങളായിട്ടാണ് നമ്മൾ പറയുന്നത്. കണ്ടോ, ഇവിടെ ക്ഷേത്രത്തിൻ്റെ എന്തേരെ അടുത്താണ് ഈ ദഹനം നടക്കുന്നതെന്ന് കണ്ടോ. അപ്പോൾ ഓരോ രീതിയിലും ഓരോ സ്ഥലത്തുമുള്ള ആചാരങ്ങളുടെ വ്യത്യാസമാണിത്. ഈ പശുപതിനാഥ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് പല രീതിയിലുള്ള ഐതിഹ്യ കഥകൾ കേൾക്കുന്നുണ്ട്. അതിൽ ഒരു കഥയെന്ന് പറയുന്നത്, പണ്ട് ഇവിടെയൊക്കെ വനമായിരുന്ന സമയത്ത് ഒരിക്കൽ ഒരു കർഷകർ അദ്ദേഹത്തിൻ്റെ പശുക്കളെ മേയ്ക്കാനായിട്ട് ഇവിടെ വരികയും അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ഈ ഒരു പശു ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ചെന്ന് ഈ പശു തന്നെ പാല് ചുരുത്തുന്നത് അദ്ദേഹം കാണുകയാണ്. പക്ഷേ ആദ്യം അത് അദ്ദേഹം വലിയ കാര്യമായിട്ട് എടുത്തില്ല. വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ചെന്നിട്ട് ഈ പശു എല്ലാ ദിവസവും ഒരേ സ്ഥലത്ത് നിന്ന് ഈ പശു പാല് ചുരുത്തുന്നത് കണ്ടിട്ട് ഈ കർഷകന് ആ സ്ഥലത്ത് ചെല്ലുകയും ആ സ്ഥലത്ത് നോക്കുമ്പോഴത്തേനും അവിടെ പുല്ലുകൊണ്ട് മൂടപ്പെട്ട രീതിയിൽ ഒരു ശിവലിംഗം ഈ കർഷകൻ കാണുവാണ്. അങ്ങനെ ഈ കർഷകന് ഈ ശിവലിംഗം കണ്ട വിവരം രാജാവിനെ അറിയിക്കുകയും ആ രാജാവ് അവിടെ എത്തുകയും പിന്നീട് അവിടെ ആ ശിവലിംഗം ഇരുന്ന സ്ഥലത്ത് പണി കഴിപ്പിച്ചതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ പശുപതിനാഥ ക്ഷേത്രം. അതുപോലെ തന്നെ വേറെ ഒരു കഥ കേൾക്കുന്നത്, പണ്ട് കാലത്ത് ഇവിടെ വനമായിരുന്ന സമയത്ത് ശിവനും പാർവതിയും ഈ സ്ഥലത്തിന്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് അവര് രണ്ടുപേരും, ശിവനും പാർവതിയും കൂടെ ഒരു മാനിന്റെ വേഷത്തിൽ ഇവിടെ വന്ന് താമസിച്ചു എന്നാണ് പറയുന്നത്. അതായത് കൈലാസമൊക്കെ ഉപേക്ഷിച്ചിട്ട് ശിവനും പാർവതിയും മാനിന്റെ വേഷത്തിൽ ഇപ്പോഴീ പശുപതിനാഥ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലങ്ങളിൽ വന്ന് താമസിച്ചു. അങ്ങനെ ശിവനും പാർവതിയും കൈലാസം വിട്ടു പോയതുകൊണ്ട് ഈ ദേവതകളൊക്കെ ശിവനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദേവതകളെല്ലാം കൂടെ ഈ മാനിനെ പിടിക്കാനായിട്ട് വരികയും ശിവനെ പിടിക്കാനായിട്ട് ദേവതകൾ ഈ ശിവനെ പിടിക്കാൻ വരുമ്പോഴത്തേനും മാനിനെ പിടിക്കാൻ വരുമ്പോൾ മാനിന്റെ കൊമ്പ് ഒടിഞ്ഞു പോവുകയും ആ മാനിന്റെ കൊമ്പുകൾ വീണ സ്ഥലത്താണ് ഈ പശുപതിനാഥ ക്ഷേത്രം പണിതത്. അങ്ങനെ ഒരു ഐതിഹ്യതയും ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് കേൾക്കുന്നുണ്ട്. ഈ പശുപതിനാഥ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് കേൾക്കുന്ന വേറെ ഒരു കഥ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചകേദാരങ്ങളെ കുറിച്ചിട്ട് കേൾക്കുന്ന അതേ കഥ തന്നെയാണ്. ഈ പഞ്ചപാണ്ഡവര് കൗരവ പാണ്ഡവ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ഈ കൗരവരെ കൊന്നതിന്റെ, കൗരവർ ഗുരുക്കന്മാരെയും പിതാമഹന്മാരെയും ഒക്കെ കൊന്നതിന്റെ പാപം തീർക്കുവാൻ വേണ്ടിയിട്ട് ശിവഭഗവാനെ പ്രാർത്ഥിക്കുവാനായിട്ട് കാശിയിലെത്തുന്നു. പക്ഷെങ്കിൽ ശിവഭഗവാന് ഈ പാണ്ഡവരെ കാണാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഒരു കാളയുടെ വേഷത്തിൽ അവിടെ നിന്ന് കാശിയിൽ നിന്ന് പോവുകയാണ്. കാശിയിൽ നിന്ന് പോയി അവർ വീണ്ടും ശിവഭഗവാനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഗുപ്തകാശി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഈ ശിവഭഗവാനെ കാളയുടെ രൂപത്തിൽ കാണുകയും അങ്ങനെ ഭീമസേനൻ ശിവഭഗവാന്റെ കാളയുടെ രൂപത്തിലുള്ള ശിവഭഗവാന്റെ വാലിൽ കയറി പിടിക്കുകയും അങ്ങനെ ശിവഭഗവാൻ ഭൂമിയിലേക്ക് അപ്രത്യക്ഷമായി പോവുകയും ചെയ്യുന്നു. അങ്ങനെ അപ്രത്യക്ഷമായി പോകുന്ന ശിവഭഗവാന്റെ പല ഭാഗങ്ങൾ, കാളയുടെ പല ഭാഗങ്ങൾ ഭൂമിയിൽ പല സ്ഥലങ്ങളിലായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ പശുപതിനാഥിലാണ് ശിവന്റെ തലയുടെ ഭാഗം പ്രത്യക്ഷപ്പെട്ടത്. കാളയുടെ തലയുടെ ഭാഗം പശുപതിനാഥ ക്ഷേത്രത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ ആണ് ഇവിടെ പശുപതിനാഥ ക്ഷേത്രം ഉണ്ടായത്. ഈ രീതിയിലൊരു കഥയും ഈ പശുപതിനാഥ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് കേൾക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടത് ഈ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ തൊട്ട് അടുത്തുള്ള കാഴ്ചകളാണ്. ആ കാണുന്നതാണ് പശുപതിനാഥ ക്ഷേത്രം. പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്ത് ബാഗ്മതി നദിയാണ് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ബാഗ്മതി നദിയുടെ അവിടെ നിന്ന് നേരെ ഈ കിഴക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ കിടക്കുന്ന ഒരു വഴിയുണ്ട്. ഈ വഴിയെ മുന്നോട്ട് പോകുമ്പം ഇതുപോലെ അനേകം ക്ഷേത്രങ്ങളാണ് രണ്ട് സൈഡിലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങൾ വളരെ
പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ ഓരോ ക്ഷേത്രങ്ങളുടെയും വിശദമായിട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ നിൽക്കുന്നില്ല. ക്ഷേത്രങ്ങൾ വെളിയിൽ നിന്ന് കാണിച്ച് പോകുന്ന എഴുതുണ്ടോ. ഇവിടെയൊക്കെ അനേകം ക്ഷേത്രങ്ങൾ 2 സൈഡിലായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇവിടെ 500ഓളം ചെറുതും വലുതുമായിട്ടുള്ള ഇതുപോലത്തുള്ള ക്ഷേത്രങ്ങൾ ഈ പശുപതിനാഥ് ഏരിയയിൽ, ഈ ഏരിയ മുഴുവൻ അറിയപ്പെടുന്നത് പശുപതി ക്ഷേത്രം എന്നാണ് ഈ ഏരിയ മുഴുവൻ അറിയപ്പെടുന്നത്. ഇവിടെയായിട്ട് ഇങ്ങനെ അനേകം ക്ഷേത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ കുറച്ച് ഇങ്ങനെ മുന്നോട്ട് കയറി വരുമ്പോഴത്തേനും ഇവിടെ സമാനം വലിപ്പമുള്ള ഒരു ശിവക്ഷേത്രം കാണാം. അതിൻ്റെ മുന്നിലായിട്ട് ഇങ്ങനെ ഗണപതി ഭഗവാന്റെ ഒരു ഇങ്ങനെ ഓറഞ്ച് കളറിൽ ഉള്ള ഒരു ഗണപതി ഭഗവാന്റെ ഒരു വിഗ്രഹം കാണാം. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറി നോക്കാം. ഇവിടെ അനേകം ക്ഷേത്രങ്ങളാണ്. മുമ്പ് നമ്മൾ കണ്ട രീതിയിലുള്ള ക്ഷേത്രങ്ങൾ തന്നെയാണ്. ഇവിടെ ഇന്ന് വളരെ വലിയൊരു മണി കാണാം. ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ 1, 2, 3, 4, 5, 6 ക്ഷേത്രങ്ങളാണ് കാണുന്നത്. എല്ലാം ശിവക്ഷേത്രങ്ങളാണ്. എല്ലാത്തിൻ്റെ മുന്നിൽ നന്ദി ഭഗവാന്റെ വിഗ്രഹങ്ങളും കാണാം. ഇതാണ് ഇതാണ് ഇപ്പോൾ ശിവനാഥ ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ടുള്ള മൃഗസ്ഥലി. ഇവിടെ ഒരു വനമാണ്. ഈ വനത്തിൽ വെച്ചിട്ടാണ് പരമശിവനും പാർവതിയും മാനിൻ്റെ രൂപത്തിൽ ഈ ഭാഗത്താണ്, ഈ വനത്തിലാണ് വന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ആ കഥ ഈ നമ്മുടെ പശുപതിനാഥ ക്ഷേത്രവുമായിട്ട് അതിൻ്റെ ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. നമ്മൾ കണ്ട ആ 6 ശിവക്ഷേത്രങ്ങളുടെയൊക്കെ കാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലോട്ട് കയറി വന്ന വഴിയാണ് കാണുന്നത്. നമ്മളിങ്ങനെ കയറി വന്ന് അവിടെ ചെന്ന് ആ ശിവക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ കുറേ മാനുകളാണ്. മാനുകളൊക്കെ നിൽക്കുന്ന ഒരു വനമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ വീണ്ടും മുന്നോട്ട് വരുമ്പോൾ വഴി ഇങ്ങനെ 2ആയിട്ട് തിരിയുകയാണ്. നേരെ മുന്നോട്ടുള്ള വഴിയാണ് ഈ ഗുഹേശ്വരി ക്ഷേത്രത്തിലോട്ട്, ഇവിടുത്തെ ശക്തിപീഠ ക്ഷേത്രത്തിലോട്ടൊക്കെ പോകുന്നത്. നമ്മളിനി ഈ വലതുവശത്തോട്ടുള്ള വഴിയെ കയറി വരുമ്പോഴത്തേനും ഇവിടെ ഗോരഖ്നാഥ് ക്ഷേത്രവും അങ്ങനെയുള്ള കുറേ ആശ്രമങ്ങളും ക്ഷേത്രങ്ങളും, ഇതൊക്കെ സിമിലറായിട്ട് നമ്മൾ മുമ്പേ കണ്ട അതേ രീതിയിലുള്ള ചെറിയ ക്ഷേത്രങ്ങളാണ് കാണുന്നത്. ഇത് ഇവിടെ വളരെ വിശാലമായിട്ടുള്ള ഏരിയയിൽ ഇങ്ങനെ അനേകം ക്ഷേത്രങ്ങൾ മുന്നിൽ കാണുന്നതാണെന്ന് തോന്നുന്നു. ഗോരഖ്നാഥ ക്ഷേത്രം. നമുക്ക് മുന്നോട്ട് ചെന്നിട്ട് നോക്കാം. നമുക്ക് ഇതെല്ലാം, ഈ കാഴ്ചകളെല്ലാം കാണാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊരു 2 ദിവസം ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ തന്നെ വേണ്ടി. എല്ലാം ശിവക്ഷേത്രങ്ങളാണ് കാണുന്നത്. കണ്ടോ, ഇങ്ങനെ ഇടസൈഡിലായിട്ട് അനേകം ശിവക്ഷേത്രങ്ങൾ കാണാം. നമ്മൾ നേരെ മുന്നോട്ട് പോയിട്ട് നമുക്ക് തിരിച്ചു വരുന്ന വഴിക്ക് നോക്കാം. നമുക്ക് ഈ ക്ഷേത്രങ്ങളൊക്കെ കയറി ഓടിച്ചെന്ന് കാണാം. നമുക്ക് ഇതുണ്ട്, ഇവിടെ എല്ലാം ക്ഷേത്രങ്ങളാണ്. പല ക്ഷേത്രങ്ങളും ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയ രീതിയിലൊക്കെ ക്ഷേത്രങ്ങൾ കാണാം. എല്ലാ ക്ഷേത്രത്തിൻ്റെ മുന്നിലിങ്ങനെ നന്ദി ഭഗവാന്റെ പ്രതിഷ്ഠയും കാണാം. എല്ലാം ശിവക്ഷേത്രം തന്നെയാണ്. നമ്മൾ പറഞ്ഞതുപോലെ ഇത് ഗോരഖ്നാഥ ക്ഷേത്രമല്ല, ഇത് വിശ്വരൂപ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇവിടെ ശിവഭഗവാന്റെ വിശ്വരൂപം, ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും വിശ്വരൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടെ പറയുന്നത് ശിവഭഗവാന്റെ വിശ്വരൂപ ദർശനം, അതായത് 1000 കൈകളും 1000 കണ്ണുകളും 1000 തലകളും ഒക്കെ ആയിട്ട് സഹസ്രപാദവും സഹസ്രാക്ഷനും ഒക്കെ ആയിട്ടുള്ള ശിവഭഗവാനും പാർവതി ദേവിയുടെയും വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് നോക്കാകത്തോട്ട് കയറി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. ഈ വിശ്വരൂപ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ഗണേശ ഭഗവാന്റെ ചെറിയൊരു കോവിലാണ് കാണുന്നത്. ബഹിരംഗ ഗണേശൻ എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. നമുക്ക് ഈ ക്ഷേത്രം ഇപ്പോഴെന്നാളും അടച്ചിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അകത്തോട്ട് ഒന്നും ആൾക്കാർ കയറുന്നതായിട്ട് കാണുന്നില്ല. ഇതാണ് നമ്മുടെ വിശ്വരൂപ ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഇത് ഇവിടെ ഭൂകമ്പം 2015 മറ്റോ ഇവിടെ ഭൂകമ്പം ഉണ്ടായപ്പോൾ ആ ഭൂകമ്പത്തിൽ ഈ ക്ഷേത്രത്തിന് കേടുപാടുകൾ പറ്റിയതാണ്. ഇപ്പോഴും ഇവിടെ റീകൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനകത്തോട്ട് ഇപ്പം പ്രവേശനമില്ല. വിശ്വരൂപ ക്ഷേത്രം. നമ്മൾ ആ വിശ്വരൂപ ക്ഷേത്രത്തിൻ്റെ എവിടെയൊക്കെ പോയിട്ട് നമ്മൾ വീണ്ടും മെയിൻ റോഡിലോട്ട് വന്നിരിക്കുകയാണ്. നമുക്കിതുവഴി നേരെ മുന്നോട്ട് നടക്കുമ്പം അവിടെ ഗുഹേശ്വരി ക്ഷേത്രം ഇവിടുത്തെ പ്രധാന ശക്തിപീഠമാണ്. ശരിക്കും പറഞ്ഞാൽ ശക്തിപീഠം കാണാനായിട്ടാണ് നമ്മൾ ഈ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ ഇവിടെ വന്നത്. അപ്പം ആ ഗുഹേശ്വരി ശക്തിപീഠമുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഗോരഖ്നാഥ ക്ഷേത്രമുണ്ട്. ആ 2 ക്ഷേത്രങ്ങളും കൂടെ നമുക്ക് കാണണം. ഇനി ഇവിടെ ഇങ്ങനെ അനേകം ക്ഷേത്രങ്ങളാണ് ചുറ്റും കാണുന്നത്. ഈ ഇടസൈഡിൽ കാണുന്ന ക്ഷേത്രങ്ങളാണ് 6 ക്ഷേത്രങ്ങളാണ് മുമ്പ് നമ്മൾ പോയി കണ്ടത്. കണ്ടോ, ചില ക്ഷേത്രങ്ങൾ കല്ലുകൊണ്ട് നിർമ്മിച്ചതും ചിലതിങ്ങനെ ഇഷ്ടി കൊണ്ട് നിർമ്മിച്ചതുമാണ് കാണാൻ സാധിക്കുന്നത്. കണ്ടോ, ഇവിടെ ക്ഷേത്രങ്ങൾ മാത്രമുള്ള സ്ഥലം. ക്ഷേത്രങ്ങൾ കണ്ടോ, പല രീതിയിലുള്ള നിർമ്മിതികളും പല രീതിയിൽ കാണാം. ഇത് ഗോളാകൃതിയിലാണ് മുകൾഭാഗം. ഇത് കണ്ടോ, ഇതിങ്ങനെ പല രീതിയിലുള്ള ക്ഷേത്രങ്ങൾ. ഇവിടെ അനേകം ക്ഷേത്രങ്ങൾ കാണാം. ചില ക്ഷേത്രങ്ങളുടെ ഭാഗങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നാഷണൽ സ്പോർട്സ് കൗൺസിലിൻ്റെയൊക്കെ ഓഫീസുകളൊക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ ഓരോ ഇൻസ്ക്രിപ്ഷൻസൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം കല്ലിലായിട്ട്.
ഇങ്ങനെ അനേകം ക്ഷേത്രങ്ങളാണ്. നമ്മൾ ഈ ക്ഷേത്രങ്ങളുടെ കാഴ്ചകൾ എല്ലാം കൂടെ കാണാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് ഓടിച്ച് നമ്മൾ കാണുകയാണ്. കണ്ടോ, എനിക്കൊന്ന് 100 കണക്കിന് ക്ഷേത്രങ്ങൾ ഈ ഭാഗത്ത് തന്നെയുണ്ട്. ഇവിടെ തന്നെ 100 കണക്കിന് ക്ഷേത്രങ്ങളാണ് കാണുന്നത്. ഉണ്ടോ, അനേകം ക്ഷേത്രങ്ങളെല്ലാം ശിവക്ഷേത്രങ്ങളാണ്. മിക്കവാറും ഉള്ള എല്ലാ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നന്ദി ഭഗവാനെയും കാണാം. നമ്മളിങ്ങനെ 2 ക്ഷേത്ര സമുച്ചയങ്ങളുടെ രണ്ട് സൈഡിലും ക്ഷേത്രങ്ങളാണ്. അതിൻ്റെ നടുക്കൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാം ഇവിടെ നന്ദി ഭഗവാന്റെ വിഗ്രഹങ്ങൾ കാണാം. അത് എല്ലാം ശിവക്ഷേത്രമാണ്. ചില ക്ഷേത്രങ്ങൾക്ക് പ്രാധാന്യം കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ചില ക്ഷേത്രങ്ങളിൽ പൂജകളൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങോട്ട് നമ്മൾ അടുത്തടുത്ത് വരുമ്പോഴത്തേനും ഇവിടെ വളരെ വലിയ ഒരു ക്ഷേത്രം കാണാം. അപ്പോൾ ഇവിടെ ഇതുണ്ട്, എത്ര അനേകം ക്ഷേത്രങ്ങൾ. ഇവിടെ ചുറ്റും ക്ഷേത്രങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ക്ഷേത്രങ്ങൾ ഒന്നിച്ച് വന്നത് അതിനെക്കുറിച്ചൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും അനേകം ക്ഷേത്രങ്ങൾ, കണ്ടാൽ തീരുകയില്ലാത്ത രീതിയിൽ അനേകം ക്ഷേത്രങ്ങളാണ്. ഇതാണ് ഗോരഖ്നാഥ ക്ഷേത്രം. നമ്മൾ ഈ ഗോരഖ്നാഥ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇത് സാമാന്യം നല്ല വലിപ്പമുള്ള ഒരു ക്ഷേത്രമാണ്. ഗോരഖ്നാഥ ഭഗവാന് ശിവഭഗവാന്റെ ഒരു അവതാരമായിട്ടാണ് കണക്കാക്കുന്നത്. ഇതാണ് ഗോരഖ്നാഥ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം. നമ്മൾ ഈ ഗോരഖ്നാഥ ക്ഷേത്രത്തിന് ഒരു പ്രദക്ഷിണം ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ യോഗി നരഹരി മഠ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് മ്യൂസിയമാണ്. യോഗി നരഹരി മഠമാണ് കാണുന്നത്. അങ്ങനെ ഗോരഖ്നാഥ ക്ഷേത്രവും ഒക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ പോവുകയാണ്. നമ്മളങ്ങനെ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് നടന്ന് പല ക്ഷേത്രങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള പല ക്ഷേത്രങ്ങളും കണ്ട് നമ്മൾ ഗുഹ്യേശ്വരി ക്ഷേത്രത്തിൻ്റെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗുഹ്യേശ്വരി ക്ഷേത്രമാണ് ഇവിടുത്തെ ശക്തിപീഠം. നേപ്പാളിൽ 3 ശക്തിപീഠമാണുള്ളത്. അതിൽ ഗുഹ്യേശ്വരി ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് നമ്മൾ അടുക്കുകയാണ്. നമ്മൾ ഈ ക്ഷേത്രത്തിൽ നേരത്തെ വന്ന് ദർശനമൊക്കെ കഴിഞ്ഞതാണ്. നമ്മൾ വേറെയും വഴിയുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തോട്ട് വരാൻ. നമ്മളിപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പുറക് ഭാഗത്തായിട്ടാണ് വരുന്നത്. നമ്മളിപ്പോൾ കണ്ടോ, ഈ ഗുഹ്യേശ്വരി ക്ഷേത്രത്തിന് നേരെ പുറകു വശത്താണ് വന്നത്. ആ കാണുന്നത് ഗുഹ്യേശ്വരി ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു ഗോപുരം പോലെ, താഴികക്കുടം പോലെയുള്ള ഒരു സംഗതിയാണ് കാണുന്നത്. നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ ഗുഹ്യേശ്വരി ക്ഷേത്രത്തോട്ട് വരാനായിട്ട് വേറെ അതിന് മുന്നിൽ കൂടെ ഒരു വഴിയുണ്ട്. അതുവഴി ഇങ്ങോട്ട് കയറി വരാം. അങ്ങനെ നമ്മൾ ഗുഹ്യേശ്വരി ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരത്തിലൂടെ അകത്തോട്ട് കയറുകയാണ്. ഇതുപോലെ കുറച്ച് സ്റ്റെപ്പുകൾ കയറി മുകളിലോട്ട് ചെല്ലണം ഈ ഗുഹ്യേശ്വരി ക്ഷേത്രത്തിലേക്ക് ചെല്ലാനായിട്ട്. ഇത് ശക്തിപീഠ ക്ഷേത്രമാണ്. 51 ശക്തിപീഠങ്ങളിൽ പെടുന്ന ക്ഷേത്രമാണ്. ഇവിടെ സതീദേവിയുടെ കാൽമുട്ടിൻ്റെ ഭാഗമാണ് വീണതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ 51 ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് നമ്മുടെ 11ാമത്തെ ശക്തിപീഠമായിട്ടുള്ള ഗുഹ്യേശ്വരി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. നമ്മൾ 2 മാസം കഴിഞ്ഞ് നമ്മൾ ശക്തിപീഠ യാത്ര ആരംഭിച്ചു കഴിഞ്ഞിട്ട് നമുക്കിതുവരെ 10 ശക്തിപീഠങ്ങൾ മാത്രമേ കവർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. നമ്മൾ ആന്ധ്രാപ്രദേശിലെ ശക്തിപീഠ യാത്ര കഴിഞ്ഞിട്ട് നേരെ അവിടുന്ന് കുംഭമേള കാണാനായിട്ട് നമ്മൾ പ്രയാഗ്രാജിന് പോയി. അത് കഴിഞ്ഞ് ലുംബിനിയിൽ വന്നു. അങ്ങനെ നേപ്പാളിലെ ഒരു ശക്തിപീഠം, ഗണ്ഡകി ശക്തിപീഠം കണ്ടു. അങ്ങനെ നേപ്പാളിലെ 2ാമത്തെ ശക്തിപീഠ ക്ഷേത്രമായിട്ടുള്ള ഗുഹ്യേശ്വരി ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ രീതിയൊക്കെ കണ്ടിട്ട് നേപ്പാളിൽ സാധാരണയായിട്ട് കാണുന്ന പക്കോഡ സ്റ്റൈലിലാണെന്ന് തോന്നുന്നു ഇതും നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. നമ്മുടെ ആസാമിലെ കാമാഖ്യ ക്ഷേത്രമൊക്കെ പോലെ തന്നെ വളരെ പവർഫുള്ളായിട്ട് താന്ത്രിക പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ദേവിയുടെ വിഗ്രഹമല്ല കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഒരു പീഠമാണ് കാണുന്നത്. നമ്മൾ കാമാഖ്യയിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഒരു പീഠമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഉള്ളിലും കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളങ്ങനെ ഗുഹ്യേശ്വരി ക്ഷേത്രത്തിൻ്റെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഇവിടെ നമുക്ക് 1-2 ക്ഷേത്രങ്ങളും കൂടെ കാണാനായിട്ടുണ്ട്. നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കിരാതേശ്വര ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രമുണ്ട്. അത് കാണുന്നതിന് മുന്നേ തന്നെ ഈ ബാഗ്മതി നദിയുടെ തീരത്തായിട്ട് ചെറിയ 1-2 വിഗ്രഹങ്ങളും 1-2 മൂർത്തികളും കൂടെ കാണാം. അത് നമുക്ക് കണ്ടിട്ട് നമുക്ക് നേരെ മുന്നോട്ട് പോയിട്ട് കിരാതേശ്വര ക്ഷേത്രത്തിലെയൊക്കെ കാഴ്ചകൾ കാണാം. ബാഗ്മതി നദിയുടെ തീരത്തുള്ള 1-2 ചെറിയ മൂർത്തികളാണ്. നമുക്കതും കൂടെ കാണാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നരസിംഹമൂർത്തിയുടെ ഒരു പ്രതിമയാണ്. ഇവിടുന്ന് മുന്നോട്ട് വരുമ്പോഴത്തേനും ഇവിടെ വീണ്ടും 1-2 ചെറിയ വിഗ്രഹങ്ങൾ കൂടെ നമുക്ക് കാണാം. ഇവിടെ ഇത് ശിവപാർവതി
അവിടെ തന്നെ ചെറിയൊരു വിഗ്രഹമാണ്. നേരെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഓരോരോ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ കാണാം. ഇതൊക്കെ ഇവിടെയൊക്കെ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങളാണ്. ഇവിടെയായിട്ട് ഹനുമാൻ സ്വാമിയുടെ ഒരു ചെറിയൊരു വിഗ്രഹമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നദിയുടെ തീരത്തായിട്ട് ഇവിടെ ഒരു ശിവലിംഗമുണ്ട്. ഈ ശിവലിംഗത്തിൽ അവിടെ കാണുന്ന ആ ഒരു പൈപ്പ് പോലെ ഒരു പോലെ ഒരു സംഗതിയുണ്ട്. അവിടെ നിന്ന് ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യുന്നതായിട്ടുള്ള സ്വീകരിച്ച് അഭിഷേകം ചെയ്യുന്നതായിട്ടാണ്. ഈ ഭാഗവതി നദിയുടെ തീരത്തായിട്ട് ഇവിടെ ഈ കാണുന്നത് ബാല ത്രിപുരസുന്ദരി ദേവിയുടെ ഒരു ചെറിയ ക്ഷേത്രമാണ്. ഇതാണ് ഗുഹേശ്വരി ക്ഷേത്രം. ഗുഹേശ്വരി ക്ഷേത്രത്തിന് നേരെ മുന്നിലായിട്ട് ഭാഗമതി നദിയുടെ തീരത്തായിട്ടുള്ള ഒന്നുകൊണ്ട് ചെറിയ വിഗ്രഹങ്ങളാണ് നമ്മൾ കണ്ടത്. ഇവിടെയും ഇതുപോലെ ചെറിയ ഒരു വിഗ്രഹങ്ങളാണ്. ഇത് മഹാവിഷ്ണുവും ലക്ഷ്മിയും ആണെന്നാണ് തോന്നുന്നത്. മഹാവിഷ്ണുവും ലക്ഷ്മിയാണ് നേരമില്ലായിട്ടുള്ള ഒരു ചെറിയൊരു ശിവലിംഗങ്ങളാണ്. ഇത് ബാല ത്രിപുരസുന്ദരി ദേവിയുടെ ഒരു പ്രതിഷ്ഠയാണ്. ബാല ത്രിപുരസുന്ദരിയാണ്. നമ്മൾ ഈ ഗുഹേശ്വരി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് ഏകദേശം ഒരു 10-200 മീറ്റർ മുന്നോട്ട് വരുമ്പം ഇതുപോലെ ചെറിയ ഒരു വഴി കാണാം. ഒരു ഇങ്ങനെ പടികൾ കയറി പോകണം. ഈ വഴിയാണ് നമുക്ക് കിരാതേശ്വര മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഇവിടെ നമ്മൾ ആ സ്റ്റെപ്പ് കയറി കിരാതേശ്വര ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനൊരു സംഗീത ക്ഷേത്രമാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇഷ്ടിക കൊണ്ട് ഉള്ളൊരു സ്ട്രക്ചറാണ് നമുക്ക് വെളിയിൽ കാണാൻ സാധിക്കുന്നത്. കിരാതേശ്വര മഹാദേവ ക്ഷേത്രം എന്ന് ഇവിടെ ഇംഗ്ലീഷിലും നേപ്പാളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു മരമാണ് കാണുന്നത്. എന്നിട്ട് ഹെലഞ്ഞുമരം പോലത്തെ ഒരു മരമാണ്. ഇവിടെ സരസ്വതി ദേവിയുടെ ഒരു വിഗ്രഹമാണ് നമ്മുടെ ക്ഷേത്രത്തിന് വെളിയിലായിട്ട് കാണാൻ സാധിക്കുന്നത്. കിരാതേശ്വര ക്ഷേത്രത്തിൻ്റെ ശിവലിംഗം കണ്ടത് ഇങ്ങനെ ഈ രീതിയിൽ ചെരിഞ്ഞാണ് കാണാൻ സാധിക്കുന്നത്. ഒരു വശത്തോട്ട് ചെരിഞ്ഞാണ് ശിവലിംഗം. ഈ കിരാതേശ്വര ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവഭഗവാൻ ഇവിടെ കിരാത വേഷത്തിൽ ശിവഭഗവാൻ ഇവിടെ വരികയും കിരാത ഭാവത്തിൽ ഇവിടെ വരികയും അങ്ങനെ പാർവതി ദേവി ശിവഭഗവാനെ അന്വേഷിച്ച് ഇവിടെ വരികയും പാർവതി ദേവി ഇവിടെ 1000 വർഷത്തോളം പാർവതി ദേവി ഇവിടെ തൊട്ട് താഴെയായിട്ട് ഈ ഭാഗമതി നദിയുടെ തീരത്തായിട്ട് ഒരു ഗൗരി കുണ്ടെന്ന് പറഞ്ഞൊരു ഗൗരി ഘാട്ട് എന്ന് പറഞ്ഞൊരു ഘാട്ടുണ്ട്. അപ്പോൾ അവിടെ വന്ന് പാർവതി ദേവി 1000 വർഷങ്ങളോളം തപസ് ചെയ്തെന്നാണ് പറയുന്നത്. അങ്ങനെ പാർവതി ദേവിയും ശിവഭഗവാൻ ഇവിടെ തപസ് ചെയ്യുന്ന കണ്ട ഉടനെ രണ്ടുപേരും കൂടെ ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ കുടികൊള്ളുന്നു വന്നാണ്. കിരാതേശ്വര ക്ഷേത്രത്തിൽ പാർവതി ദേവിയും ശിവഭഗവാനും കിരാത ഭാവത്തിൽ കുടികൊള്ളുന്ന ക്ഷേത്രമാണ് ഈ കാണുന്ന കിരാതേശ്വര മഹാദേവ ക്ഷേത്രം. നമ്മൾ കിരാതേശ്വര ക്ഷേത്രമൊക്കെ കണ്ടു കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ പുറകിൽ നമ്മൾ ആ വഴിയാണ് വന്നത്. അതാണ് ഗുഹേശ്വരി ക്ഷേത്രം അവിടെയാണ്. അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് വരുവാണ്. ഇപ്പോൾ ഇവിടെ ഈ സൈഡിലായിട്ട് ഭാഗമതി നദിയുടെ തീരമാണ്. ഇവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നത്. നദി വൃത്തിയാക്കുകയൊക്കെ ചെയ്യാമെന്ന് തോന്നുന്നു. ഇവിടുത്തെ മാലിന്യങ്ങളൊക്കെ കുറച്ചൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് പോയി 1-2 ചെറിയ ക്ഷേത്രങ്ങളും കൂടെ ഉണ്ട്. ഇവിടെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേനും ഇവിടെ ഈ പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ചില നടന്ന് ഇറങ്ങിപ്പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇതുവഴിയാണ് പശുപതിനാഥ് ക്ഷേത്രത്തിൻ്റെ മുന്നേ കൂടെ കിടക്കുന്ന വഴിയാണ്. ഈ വഴിയെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വഴി അതിൻ്റെ പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തൂടെ കിടക്കുന്ന വഴിയാണിത്. ആ പാലത്തെ കൂടാണ് നമ്മൾ നടന്നു വന്നത്. ഇവിടെ ഇങ്ങനെ വളരെ പുരാതനമായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് കാണുന്നത്. ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമാണ്. നല്ല വൃക്കമുള്ള സ്വാമിയുടെ വീടാണ്. ഇവിടെയാണ് പാർവതി ദേവി വന്ന് തപസ് ചെയ്ത സ്ഥലമാണ്. ഇതാണ് ഗൗരി ഘട്ട് എന്ന് പറയുന്ന സ്ഥലം. പാർവതി ദേവി ഇവിടെയാണ് 1000 വർഷത്തോളം പാർവതി ദേവി തപസ് ചെയ്ത
സ്ഥലമാണ് ഇവിടെ പാർവതീദേവിയുടെ ചെറിയൊരു വിഗ്രഹവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ നേരത്തെ കിരാതേശ്വര ക്ഷേത്രത്തിൻ്റെ ഇവിടെ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, പാർവതീദേവി ഇവിടെയാണ് 1000 വർഷത്തോളം പാർവതീദേവി തപസ് ചെയ്ത സ്ഥലമാണ്. ഇത് ഗൗരി ഘാട്ടെന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇവിടെ തന്നെയാണ് നമ്മൾ കണ്ട ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിനോടൊക്കെ ചേർന്ന് ഗൗരി ഘാട്ട്. പശുപതിനാഥ ക്ഷേത്രത്തിന്റെയും ഗുഹേശ്വരി ശക്തിപീഠ ക്ഷേത്രത്തിന്റെയും അതുപോലെ തന്നെ ചുറ്റുവട്ടത്തുള്ള അനേകം കാഴ്ചകളുമായിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നമസ്കാരം.